ഹലോ. അപ്പൊ ഇന്ന് നമ്മുടെ ചർച്ച ഒരു പുതിയ എമർജിങ് പാരാഡിമിനെ കുറിച്ചാണ്. അതിന്റെ പേര് ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്നാണ്. അപ്പൊ ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു പദം എന്റെ വൊക്കാബുലറിയിൽ ഇപ്പൊ ഞാൻ ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് അതിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ തലയിലൊന്നും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്കാലയിൽ പണ്ടൊക്കെ പ്രസന്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു മൊണാഡ് എന്താണ്, ഫങ്ക്ടർ എന്താണ്, അപ്ലിക്കേറ്റീവ്സ് എന്താണ്, അതൊക്കെ പഠിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ്. അപ്പോ പാറ്റേൺ മാജിക്കും സ്കാലയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എഫ് ഷാർപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഒരു മീമില്ല. അപ്പൊ ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ബിഗ് ഡാറ്റയാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ബിഗ് ഡാറ്റയിൽ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച കേസുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ട്വിറ്ററിന്റെ ആൾജിബേർഡ് ലൈബ്രറി ഫങ്ഷണൽ സ്റ്റൈൽ കോമ്പോസിഷൻ ഓഫ് ഡാറ്റ അലവ് ചെയ്യുന്നുണ്ട്, ഡാറ്റ പ്രോസസ്സിംഗ് അലവ് ചെയ്യുന്നുണ്ട്. ഡാറ്റ എങ്ങനെ കമ്പോസ് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പുതിയ പാരാഡിമായിട്ട് ഞാൻ ആ ടേം ഇപ്പൊ ഈ റീസെന്റ് ടൈംസിൽ ബ്രയാൻ ഗെറ്റ്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മറ്റേ ജാവയുടെ ചീഫ് ആർക്കിടെക്ട്. പുള്ളിയുടെ ജാവ 22 ആൻഡ് ബിയോണ്ട് എന്നുള്ളൊരു ടോക്ക് കണ്ടതാണ് എനിക്ക് ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് വരാൻ കാരണം. അപ്പോഴും ഞാൻ അതിനെ ഒരു ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റുന്ന കൺസ്ട്രക്ട്സ് ഇപ്പൊ ജാവയിലായി എന്നുള്ളതേ ഞാൻ കണ്ടുള്ളൂ. അപ്പൊ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് പറയുമ്പോൾ ഫിലിപ്പ് വാഡ്ലറിന്റെ ഒരു ടോക്ക് കണ്ടിട്ടുണ്ട്. സം ടൈപ്പ് ഉണ്ട്, പ്രൊഡക്റ്റ് ടൈപ്പ് ഉണ്ട്, പിന്നെ എക്സ്പോണൻഷ്യൽ ടൈപ്പ് ഉണ്ട്. ഇത് മൂന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ ക്ലോസ്ഡ് കാറ്റഗറി സെറ്റ് ആവുമെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. അപ്പൊ അതിന് ഈക്വൽ ഇൻ പവർ ടു ലാംഡ കാൽക്കുലസ്. അപ്പോ ഈ ആ ഒരു ടോക്ക് ഉണ്ട്, കാറ്റഗറി ഫോർ ദ വർക്കിംഗ് പ്രോഗ്രാമർ എന്ന് കണ്ടാണ് ആ ടോക്കിന്റെ ഒരു ഫിലിപ്പ് വാഡ്ലർ കാറ്റഗറി തിയറി ഫോർ ദ വർക്കിംഗ് പ്രോഗ്രാമർ. അപ്പോ ഇതൊക്കെ കണ്ടിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള പദം അപ്പോഴും ഇപ്പൊ ഇത് കണ്ടിട്ടും വന്നില്ല. ADT എങ്ങനെ ഉണ്ടാക്കാം, അതായത് ADT എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് എന്നാണ്, അല്ലാണ്ട് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്നല്ല. ADT എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഇപ്പൊ ജാവയില് അതിനുള്ള കൺസ്ട്രക്ട്സ് വന്നു. അറ്റ്ലീസ്റ്റ് ജാവ 21, 22 അത് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ശരത്തിനോട് ഒരു ദിവസം അതിനെക്കുറിച്ച് എന്തോ ഡാറ്റ അയാൾ പറഞ്ഞിട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശരത്താണ് മാനിങ്ങിന്റെ ഒരു ബുക്ക് ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഈ ബോർഡർ മെയിൻ ഹോഫ് എഫക്റ്റ് എന്ന് പറയും. അതായത് നമ്മളൊരു പദം നമ്മുടെ തലയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ സ്ഥലത്തേക്ക് അത് കാണും. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ ഈ ഡാറ്റ ഓറിയന്റഡ് ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പിന്റെയും ഡാറ്റ ഓറിയന്റഡ് ഡിസൈനിന്റെയും പ്രോഗ്രാമിങ്ങിന്റെയും വീഡിയോസേ നെറ്റിലുള്ള അവിടെ ഇവിടെയൊക്കെ 2020 C++ നൗവില് അവിടെ ഇവിടെയൊക്കെ. അപ്പോഴാണ് ഈ DLT ലെഡ്ജർ എന്നുള്ളൊരു കമ്പനിയിൽ മറ്റേ അവര് കുറെ ടൈപ്പിനെ കുറിച്ച് റിസർച്ച് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ സ്കോട്ട് ബ്ലാഷിൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, ഈ എഫ് ഷാർപ്പ് ഫോർ ഫൺ ആൻഡ് പ്രോഫിറ്റ്, ഫങ്ഷണൽ ഡൊമൈൻ മോഡലിംഗ്. അതേമാതിരി തന്നെ ദേവശിഷ് ഘോഷിന്റെ ഒരു ബുക്ക് ഉണ്ട്, ഫങ്ഷണൽ ആൻഡ് റിയാക്റ്റീവ് മോഡലിംഗ്. അപ്പോ ഇതെല്ലാം ഇതിനെക്കുറിച്ച് കുറെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോ ഐ തിങ്ക് അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം ഐ ഡു ഹാവ് സം ഐഡിയ അബൌട്ട് ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അത് എന്തുകൊണ്ടാണ്, അതിനെക്കുറിച്ചൊരു എവല്യൂഷണറി ഹിസ്റ്ററി ഒക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് ഫ്രം എ കൺസെപ്റ്റൽ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോ ഇന്നത്തെ നമ്മുടെ ചർച്ച ഡാറ്റ ഓറിയന്റഡ് ഡിസൈൻ ആൻഡ് പ്രോഗ്രാമിംഗ് ആണ്. അതൊരു എമർജിങ് ഫീൽഡാണ്. ഞാൻ അതിൽ കാണുന്ന വാല്യൂ എന്താന്ന് വെച്ചാല് നാളെ ഇതുവരെയായിട്ടുള്ള ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് മോഡൽസിന്റെ ഒരു കോൺഫ്ലുവൻസ് ആയിട്ടാണ് ഞാൻ കുറച്ചു കാലം മുമ്പ് സോളിഡ് ടു ലിക്വിഡ് എന്ന് പറഞ്ഞൊരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയത്. അപ്പൊ അത് പിൽക്കാലത്ത് എനിക്ക് ഡിസൈൻ ആർക്കിടെക്ചർ ലെവലിലോട്ടൊക്കെ അത് സ്കെയിൽ ചെയ്യാൻ പറ്റി. ഞാൻ ഇപ്പോ 2024 വിശ്വസിക്കുന്നു ആ ഫ്രെയിംവർക്കിൽ ഇനിയിപ്പോ നെക്സ്റ്റ് അഡീഷൻ ഇടാൻ വഴിയായി. കാരണം ഇന്ന് സം ടൈപ്പ്, പ്രൊഡക്റ്റ് ടൈപ്പ്, പാറ്റേൺ മാച്ചിങ് വെച്ചിട്ട് ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പും മറ്റേ ഡാറ്റ ഓറിയന്റഡ് പ്രോസസ്സിംഗ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഇൻ ഷെയർഡ് മെമ്മറി പാരലൽ പ്രോഗ്രാമിംഗ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഇതിനൊരു ഗുണം എന്താന്ന് വെച്ചാല് ഈ സം ടൈപ്പും റെക്കോർഡ് ടൈപ്പും ഇമ്മ്യൂട്ടബിൾ ആയിരിക്കും.
പിന്നെ ഈ എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഈ റിപ്പീറ്റഡ് അപ്ലിക്കേഷൻ ഓഫ് ലാംഡ ഫംഗ്ഷൻ കറിയിങ്ങിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് സംസാരിക്കേണ്ടത്, അത് ഞാൻ വിഷയം വരുമ്പോൾ വരാം. അപ്പൊ ഇന്നത്തെ ചർച്ച ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോ ശരത്തിന്റെ ഒരു ടേക്ക് പറയാം, ലാലിന്റെ ഒരു ടേക്ക് പറയാം, എന്നിട്ട് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ശരത്തെ. അല്ല, എന്റെ ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ, ഇത് അതായത് സാറിനിപ്പം ഓക്കെ, സ്കാല ഫസ്റ്റ് കാണുന്നത് എഫക്സിന്റെ വെച്ചാണ്. പിന്നെ നമ്മള് സാറ് 2018 എക്സ്പ്ലോർ ചെയ്തത്. അപ്പോ അതെ അതെ ഈ ഈ കൺസ്ട്രക്ട്സ് എല്ലാം സ്കാലയിൽ കണ്ടു, കോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോ, അതായത് ഈ എന്റർപ്രൈസ് കമ്പ്യൂട്ടിങ്ങിന്റെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ഓക്കെ, ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള ടേം എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പ്രോഗ്രാമിംഗ് പാറ്റേൺസ് ഞാൻ കണ്ടിട്ടുണ്ട്, കാറ്റ്സ് വെച്ചിട്ടും. പിന്നെ ഇവൻ ലൈബ്രറി അഗ്നോസ്റ്റിക് ആയിട്ട് കോഡ് ചെയ്യുന്ന മെറ്റാ പാറ്റേൺസ് ഒക്കെ ഉണ്ട് അവിടെ. കാറ്റ്സ് എന്ന് പറഞ്ഞത് സ്കാലയുടെ ഒരു ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പ്രിമിറ്റീവ്സ് ഉള്ള ലൈബ്രറി. അപ്പൊ ടോപ്പ് ഡൗൺ ഈ സ്റ്റൈലിൽ കോഡ് ചെയ്തും പറഞ്ഞു. അപ്പൊ ലൈബ്രറി അഗ്നോസ്റ്റിക് ആയിട്ട് കോഡ് ചെയ്തത് ടാഗ്ലെസ് ഫൈനൽ ആണോ ഉദ്ദേശിച്ചത്? അതെ. അപ്പൊ ടാഗ്ലെസ് ഫൈനലിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഇന്നാള് മറ്റേ കോപ്പൈലറ്റിൽ നോക്കിയപ്പോ അതിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എക്സ്പേർട്ട് ഒന്നുമല്ല. ഡൊമൈൻ ആൾജിബ്ര മോഡൽ ചെയ്യും, ആൾജിബ്ര ലൈബ്രറി അഗ്നോസ്റ്റിക് ഇംപ്ലിമെന്റേഷൻ കൊടുക്കും, എന്നിട്ട് ലൈബ്രറി തങ്ക് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത് കോഡ് പാറ്റേൺസ്. അതായത് മനസ്സിലായി. അതായത് ഇപ്പൊ ഈ ഒരു ഇമ്പരറ്റീവ് ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രത്യേക പാറ്റേൺസിൽ കോഡ് ചെയ്ത് ഇപ്പൊ ഒരു പാരലലാണ് കേട്ടോ. അതായത് JPA അനോട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാല് സ്പ്രിങ് ടോപ്പ് സ്പീഡ് ആണോ ഇബാറ്റിസ് ആണോ എന്നൊക്കെ തീരുമാനിക്കണ കാര്യം അണ്ടർലൈൻ ലൈബ്രറിയിലോട്ട് അവരൊരു ഈ ലൈബ്രറി ഒരു അബ്സ്ട്രാക്ഷൻ തരുന്നുണ്ട്, സോ ദാറ്റ് യു ക്യാൻ കോഡ് ഇൻ എ ലൈബ്രറി ഇൻഡിപെൻഡന്റ് മാനർ. എന്നിട്ട് അത് ലൈബ്രറിയിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നു. അതാണോ? അതെ, ലൈബ്രറിയിലോട്ട് നമുക്ക് ലോവർ പറ്റും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു. പിന്നെ സ്കാല കമ്മ്യൂണിറ്റി ഇപ്പൊ 3 വന്നു കഴിഞ്ഞപ്പോൾ ലൈബ്രറി മെയിൻ്റെനൻസ് ഒക്കെ പോയി, ഡിഫിക്കൽട്ട്. അതായത് റിസർച്ച് പ്രൊജക്ട് ആയതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്കാല ഡിക്ലൈനിലായിരുന്നല്ലോ. അപ്പൊ ഈ സാധനം മെയിൻ സ്ട്രീം സ്കാല ആയിരുന്നു ഇതിന് ഈ പുള്ളുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു മെയിൻ സ്ട്രീം ഇതിൽ നിന്ന് പോവുകയാണ്. പിന്നെ ഇപ്പൊ കോട്ട്ലിനിലും ജാവയിലൊക്കെ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട്സ് ഉണ്ടെങ്കിലും ഈ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഹയർ കൈൻഡ് ടൈപ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോ പിന്നെ സ്കാല അതായത് ജാവ കമ്മ്യൂണിറ്റിയിൽ വെബ്ഫ്ലെക്സും റിയാക്റ്റീവ് സ്റ്റൈൽ പ്രോഗ്രാമിംഗ് വെർട്ടിക്കൽ സ്കേലബിലിറ്റിക്ക് വേണ്ടി ഒരു ഡോമിനന്റ് തിങ് ആയപ്പോ അതായത് ഇവിടെ ഒരു ട്രാക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പ്ലാറ്റ്ഫോം ജാവ കമ്മ്യൂണിറ്റിയിൽ. ഓക്കെ, അപ്പോ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് ഓക്കെ, അപ്പൊ ഇവിടെ ഇനി ഇങ്ങനത്തെ പ്രോഗ്രാമിംഗ് മോഡൽസ് ആയിരിക്കും വരാം എന്നുള്ളത് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാവ സ്പെസിഫിക്കലി ജാവ, അതായത് സ്കാലയെന്നും സ്കാലയെന്നും F#ന്നും അല്ലെങ്കിൽ മറ്റേ ഹാസ്കൽ കമ്മ്യൂണിറ്റിയിലെ ഇഡിയംസ് ജാവയിലേക്ക് പെർക്കുലേറ്റ് ചെയ്യും ഇൻ ദ ഫങ്ഷണൽ വേൾഡ്, അല്ലെ? അതാ ഉദ്ദേശിച്ചത്? അതെ, ഇൻടു ദി ഇംപെരറ്റീവ് വേൾഡ്. അതെ. ഇംപെരറ്റീവ് വേൾഡ് ഓഫ് ജാവയിലേക്ക് മോർ ആൻഡ് മോർ ഫങ്ഷണൽ കൺസ്ട്രക്ട്സ് പെർക്കുലേറ്റ് ചെയ്യും. അതെ. അപ്പൊ പക്ഷെ അങ്ങനെ അധികാരികമായി പഠിക്കാൻ ശ്രമിച്ചല്ല, കാരണം അപ്പുറത്തെ സ്കാലയിലെ നോളജ് എപ്പോഴാണെങ്കിലും പോർട്ടബിൾ ആണെന്നുള്ള അസംഷനിലാണ് ഇരുന്നിരുന്നത്. അപ്പൊ പ്ലാറ്റ്ഫോം അപ്പൊ സിമിലർ വ്യൂ ഓൺ നോഡ് ജെഎസ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എക്കോസിസ്റ്റം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഫങ്ഷണൽ കമ്പോസിഷനിൽ നിന്ന് മാറിയ അസിംഗ് അവൈറ്റിലോട്ട് ആൾക്കാർ മൂവ് ചെയ്തല്ലോ. അപ്പൊ മോർ ആൻഡ് മോർ ഇമ്പരറ്റീവിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഗോ ആണെങ്കിൽ ഡേ 1 തൊട്ട് ഇമ്പരറ്റീവ് ആണ്. പിന്നെ ജാവ പ്ലാറ്റ്ഫോം ടീം ഈ വെർച്വൽ ത്രെഡ്സിന് ഫേവർ ചെയ്ത് കഴിഞ്ഞപ്പോ കമ്മ്യൂണിറ്റി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അതായത് വെബ്ഫ്ലെക്സ് പോലത്തെ സാധനങ്ങളുടെ റെലവൻസും ഇല്ലാണ്ടായി, അതായത് ആവറേജ് ജോക്ക് കോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് പ്ലാറ്റ്ഫോമിനെ മൂവ് ചെയ്യിക്കുകയാണ്. അപ്പോ ഇമ്പരറ്റീവ് പ്രോഗ്രാമിനെ ഫേവർ ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ കണ്ടത്. ഇപ്പൊ ബ്രയാൻ ഗോഡ്സിന്റെ ഈ ടോക്ക് കാണുമ്പോ അവര് ഇനിയിപ്പോ ഈ പാറ്റേൺ മാച്ചിങ് മോർ ആൻഡ് മോർ എക്സ്പ്രസീവ് ആക്കുന്ന വർക്ക് ഉണ്ടാവും ഡെഫിനറ്റ്ലി, ഇവൻ ദോ ലിമിറ്റഡ് ആണെങ്കിലും. അപ്പൊ അത് ഈ മറ്റേ ഇമ്പരറ്റീവ് ഇതിന്റെ ഇടയിലോട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവര്, അതായത് ടോപ്പ് ഡൗൺ ഫങ്ഷണൽ പൈപ്പ് ലൈൻസ് ഇനി എഴുതേണ്ടി വരുമോ, അതോ
പീസ് മീൽ അപ്രോച്ചിൽ സ്പെസിഫിക് ഏരിയാസിൽ എക്സ്പ്രസിവിറ്റി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഫങ്ഷണൽ പാറ്റേൺ മാച്ചിങ്സ് മാത്രം ചെയ്യുന്നു. അതായത് ഫങ്ഷണൽ പൈപ്പ് ലൈനിൽ ഫോക്കസ് ചെയ്യാതെ. പക്ഷെ ഫങ്ഷണൽ പൈപ്പ് ലൈൻ എന്നുള്ളത് നാച്ചുറൽ കോൺസിക്വൻസ് ഓഫ് ദിസ് തിങ് ആയിരിക്കും. അപ്പൊ അല്ല അപ്പൊ അതെങ്ങനെയാണെന്ന് എനിക്ക് വെയിറ്റ് അപ്പൊ ഞാൻ അതുകൊണ്ട് എടുക്കട്ടെ. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ കാണുന്നത് ഇപ്പൊ നിങ്ങൾ ടോപ്പ് ഡൗൺ ആയിട്ട് അങ്ങനെ ചെയ്യാന്ന് ഉദ്ദേശിച്ചത് ഫങ്ഷണൽ ഡിസൈൻ ചെയ്തിട്ട് ലാംഗ്വേജിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നതാണ് കാര്യം പറയുന്നത്. അല്ലെങ്കിൽ ഇമ്പറേറ്റീവ് കോഡിന്റെ ഉള്ളിലോട്ട് നിങ്ങൾക്ക് ഫങ്ഷണൽ പൈപ്പ് ലൈൻസും ഫങ്ഷണൽ ഇഡിയംസും ഇൻക്രിമെന്റലി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ രണ്ട് വേൾഡിലാണ് കാര്യങ്ങൾ പോകുന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ നോക്കുന്നത് അല്ലെ? അതെ 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 ആ അതെ. ഓക്കെ. അതായത് ഇമ്പരറ്റീവിലോട്ടൊരു ഒരു സ്വിച്ച് വന്നു, പക്ഷെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഈ വർക്ക് നടക്കുന്നു. ഇതെങ്ങനെ ഇത് ചെയ്യുന്നു? ഓക്കെ അപ്പൊ വെയിറ്റ് അപ്പൊ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 2015 ശേഷം RX-ഉം RX.NET-ഉം ജാവയും RxJS-ഉം പിന്നെ RxJS മെയിൻ സ്ട്രീമിൽ വന്നല്ലോ. RX.NET വന്നില്ലെങ്കിൽ പിന്നെ നെറ്റ്ഫ്ലിക്സ് കാരണം RX ജാവയൊക്കെ ഇങ്ങനെ ട്രാക്ഷൻ ഉണ്ടാക്കി തുടങ്ങി. Vert.x ഒക്കെ ഉണ്ടാക്കി. Vert.x ന്ന് വെബ് ഫ്ലക്സിന്റെ ഡിക്ലറേറ്റീവ് മോഡലിലോട്ട് പോകാൻ നോക്കി കഴിഞ്ഞപ്പോൾ അത് അത്ര പോപ്പുലർ ആയില്ല. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ NIOയുടെ മുകളിൽ ലൈറ്റ് വെയിറ്റ് ഷെഡ്യൂളർ ഉപയോഗിച്ചിട്ട് അവർ എക്സിക്യൂട്ടീവ് ത്രെഡ് പൂൾ ഉണ്ടാക്കി ഇമ്പരറ്റീവ് സൈഡിലോട്ട് വീണ്ടും വേൾഡിനെ കൊണ്ടുവച്ച പഴയ പ്രോഗ്രാമിംഗ് മോഡലിലോട്ട് കൊണ്ടുവന്ന് ജാവ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബ്രയൻ ഗെറ്റ്സിന്റെ ഈ ടോക്ക് വരുന്നത് അല്ലെ? അതായത് പാറ്റേൺ മാച്ചിങ് എക്സ്പ്രസീവ് ആയതിന്റെ അതായത് ഇത് തന്നെ. അപ്പോ ഈ അതായത് അപ്പൊ മൂന്ന് ഇതുണ്ട്. അതായത് ഇമ്പരറ്റീവിലോട്ട് കൂടുതൽ പോവോ, അതായത് ഇമ്പരറ്റീവ് ഫംഗ്ഷൻ കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഫംഗ്ഷനിലോട്ട് പതുക്കെ പീസ് അപ്രോച്ച് ആയിരിക്കും. അതായത് പറഞ്ഞു അതായത് ഐട്രേറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ പീസ് മീലാണ് കുറച്ചും കൂടി നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിക്കണ മതിയാ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിസൈനിലോട്ട് മോർ ആൻഡ് മോർ, അതായത് ആൾക്കാരുടെ തോട്ടും അത് ഇപ്പൊ ഒരു പരിധി വരെ സ്ട്രീം ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലേക്ക് എൻ്റർ ജാവ കമ്മ്യൂണിറ്റി ഷിഫ്റ്റ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കണേ. അതേമാതിരി വൺസ് പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ഇറ്റ്, അവരിപ്പോ മൈക്രോ സർവീസസും ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമാണ് എഴുതുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനിപ്പോ കണ്ടതെന്ന് വെച്ചാല് നിങ്ങളിപ്പോ ഒരു ജേസൺ സീരിയലൈസർ ന്യൂട്രൺ സോഫ്റ്റ്വെയറിന്റെയും .NET ആയിക്കോട്ടെ ബൈനറി സീരിയലൈസർ ആയിക്കോട്ടെ, ആ ഡാറ്റ നിങ്ങൾക്ക് ത്രോ ചെയ്യുമ്പോൾ അത് ജസ്റ്റ് അതിന്റെ നേറ്റീവ് സീരിയലൈസർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചറിലോട്ട് അത് മാപ്പ് ചെയ്യാൻ പറ്റണം. പിന്നെ ഡൗൺ സ്ട്രീമിൽ 30 ത്രെഡില് 30 പാറ്റേൺസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ വർക്ക് ചെയ്യണം. അതാണോ നിങ്ങളുടെ വിഷൻ? അങ്ങനെ പോകുന്നുള്ളതാണോ? അതെ. അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണെങ്കിൽ എന്താണ്, നമുക്ക് ഫോർ കോംപ്രഹെൻഷൻ വരെ വേണം കോഡ് ലീനിയറൈസ് ചെയ്യാനൊക്കെ ആയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പൊ അവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇത് യൂസ്ഫുൾ തിങ് ആണ്, ഡിക്ലറേറ്റീവ് ആവുമ്പോൾ കോഡ് ബെറ്റർ ആവുന്നുണ്ട്, റീഡബിൾ ആവുന്നുണ്ട്. അപ്പോ മേ ബി വിത്തിൻ എ ഫംഗ്ഷന്റെ കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ പ്രോസസിംഗിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രം പാറ്റേൺ മാച്ച് ചെയ്ത് ചിലപ്പോൾ കോഡ് ചെയ്യുമായിരിക്കും. എന്നിട്ട് റെസ്റ്റ് ഓഫ് ദി കോഡ് ഇമ്പറേറ്റീവ് ആയിരിക്കും. അത് ഇമ്പറേറ്റീവിന്റെ ഉള്ളിൽ ഇത് സ്റ്റഫ് ചെയ്യുന്നതായിരിക്കും. എനിക്കറിയില്ല. മനസ്സിലായി. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പാറ്റേൺ മാച്ചിങ് ഒരു മെറ്റാ പ്രോഗ്രാമിംഗ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. ഫൈനലി ഇറ്റ് ഹാസ് ടു ബി ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഇൻ സ്കാല ഞാൻ ഇമ്പറേറ്റീവ് കോഡ് വരെ കണ്ടുപോയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതായത് അപ്പൊ അന്ന് എന്റെ റീസണിങ് എന്തായിരുന്നു വെച്ചാല് യൂസർ മോഡ് ലെവലില് നിങ്ങൾ ഡിക്ലറേറ്റീവ് ഫംഗ്ഷണൽ കോഡ് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് കമ്പൈലറിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് അത് എങ്ങനെ പ്രൊജക്ട് ചെയ്യണം ലാംഗ്വേജിലോട്ട്. സോ ദാറ്റ് ഓക്കെ എന്താ പറയാ ഒരു യൂസർ ഇമ്പറേറ്റീവ് കോഡ് എഴുതുന്നതും ഒരു കമ്പൈലർ ഇമ്പറേറ്റീവ് കോഡ് ജനറേറ്റ് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. കമ്പൈലർ വിൽ ബി ആൾവേസ് കറക്റ്റ്. അപ്പോ അതാണ് ഞാൻ അവിടെ കണ്ട ഒരു അഡ്വാൻറ്റേജ്. അതായത് ഇപ്പൊ നിങ്ങളുടെ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇപ്പൊ ജാവയില് ഈ പാറ്റേൺ മാച്ചിങ്ങിന്റെ പ്രസക്തി ഡിക്ലറേറ്റീവ് റിക്കർസീവ് സ്ട്രക്ചർ പ്രോസസ് ചെയ്യുന്നതിൽ ഒതുങ്ങുമോ, അത് പാറ്റേൺ മാച്ചിങ് ഒരു മെയിൻ സ്ട്രീം, അതായത് ഒരു ഫസ്റ്റ് ക്ലാസ് ഫീച്ചർ ആയിട്ട് പോകുന്നുള്ളതാണ് ചോദ്യം അല്ലെ? അതെ അതെ അതെ. അതായത് എൻറ്റയർ പാരാഡിം ഷിഫ്റ്റിനുള്ള കേപ്പബിലിറ്റി അതിലുണ്ട്. ഡയറക്ഷൻ ആണ് അറിയാത്തെ. അല്ല അപ്പൊ ഇങ്ങനെ ഉണ്ടാവുമോ ജാവ ഇപ്പൊ കാറിന്റെ പല വെർഷൻസ് ഉള്ളവര് ഇമ്പറേറ്റീവ് കമ്പൈലർ, ഹൈബ്രിഡ് കമ്പൈലർ, മറ്റേ ജാവ ഫംഗ്ഷണൽ എന്നൊക്കെ പറഞ്ഞു വന്നൂടെ? സോ ദാറ്റ് ബൈനറി ലെവലിൽ അത് ഇന്റർപ്രേറ്റ് ചെയ്താൽ പോരെ? അപ്പൊ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇപ്പൊ കമ്പൈലർ പ്ലഗിനുള്ള കാലമല്ലേ, ലെവൽ 1 ജാവ, ലെവൽ 2 ജാവ, ലെവൽ 3 ജാവ എന്ന് പറഞ്ഞാൽ വരാട്ടോ. ഞാൻ നോക്കിട്ട് അല്ല, ഇത് അതായത് 5 ഇയർ റിലീസ് മതിയായിരുന്നു. ഇതിപ്പോ 6 months റിലീസ് ആണ്. ആൾക്കാർക്ക് പണി വേണ്ട എന്തെങ്കിലും. മനസ്സിലായി. അല്ലല്ല ഇപ്പൊ അവര് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ പ്ലാനിങ്
ഇപ്പൊ ഞാൻ പറയാറുണ്ട്, അതായത് നമ്മൾ സോഫ്റ്റ്വെയർ എഴുതുമ്പോ ആർക്കിടെക്ചർ, ഡിസൈൻ, പ്രോഗ്രാമിംഗ് മോഡൽ, ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി കാലയെ കുട്ടി തന്നെ തീരുമാനിക്കണം, അതിന്റെ ബ്രെഡ്ത്തും ഇതൊക്കെ. എന്നിട്ട് ഇംപ്ലിമെന്റേഷനിൽ ചീറ്റ് ചെയ്യാനാണ് ഞാൻ പറയാറ്, അതായത് കൺസ്ട്രക്ഷനിൽ. ഉം. ഞാൻ നോക്കുമ്പോ ജാവ അതാ ചെയ്യുന്നത്. അതായത് ഏറ്റവും ലോ ഹാങ്ങിങ് ഫ്രൂട്ട് അവരിങ്ങനെ ഈ കമ്പൈൻ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു തീം ബേസ്ഡ് റിലീസ് നടത്താൻ പറ്റുന്നുണ്ട്. അത് സമ്മതിക്കുമോ ഇപ്പോ? അതായത് ഇപ്പൊ പാറ്റേൺ ആ മാച്ചിങ്ങിൽ ഒരു സാധനം മറ്റേ സീൽഡ് ക്ലാസ് അവിടെ നിന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അവർ നേരത്തെ ചിലപ്പോൾ 2012-ലോ 2014-ലോ പ്ലാൻ ചെയ്തായിരിക്കും. അതെ 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 പക്ഷെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇത് പഠിക്കലല്ലല്ലോ പണി, പ്രൊഡക്ഷൻ കോഡ് ഇതേമാതിരി മാറ്റാൻ പറ്റൂല്ലോ എന്നുള്ളതാണ് പ്രശ്നം, ഇല്ലേ? ആ അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞുതരാം, ഈ പറയുന്ന പാറ്റേൺ മാച്ചിങ് സം ടൈപ്പും പ്രൊഡക്റ്റ് ടൈപ്പും ലൈബ്രറിയിൽ ഒതുങ്ങുമോ എന്നുള്ളതാണ്. അതായത് ലൈബ്രറി ഡിസൈനേഴ്സിന്റെ കുത്തകയായിട്ട് അപ്ലിക്കേഷൻസ് ഇപ്പോ എന്താ പറയാ സാധാരണ മാപ്പും മറ്റേത് വെച്ച് ചെയ്യുമോ എന്നുള്ളതാണ്. അതും ആവാമല്ലോ അല്ലേ? അതെ അതെ ഇതിപ്പോ ഇങ്ങനത്തെ പാറ്റേൺ മാച്ചിങ് ഒരു നോൺ ട്രിവിയൽ കോഡ് വരുമ്പോഴാണ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എറർ ഹാൻഡ്ലിംഗ് ഒക്കെ, അതായത് ഫുള്ളി ഫങ്ഷണൽ പൈപ്പ് ലൈനിലോട്ടൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും വേണ്ടി വരും. അതെ അതെ. അപ്പൊ ഞാൻ ഓപ്ഷൻസിലൊക്കെ വേറെ ഇപ്പൊ വേണ്ടി ചോദിച്ചോട്ടെ? വരും ഇപ്പൊ നമുക്ക് എന്തായാലും. അല്ല, അപ്പൊ ഞാൻ ഇതിൽ ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. ഞാൻ ഒരു കമ്പനിയിൽ പോയത് മറ്റേ ഈ ഇതിന്റെ കോഡാ, മറ്റേ സ്പാർക്കിന്റെ കോഡാ. അപ്പൊ ഞാൻ സ്പാർക്കിന്റെ പ്രൊഡക്ഷൻ കോഡ് കാണാൻ പറ്റുന്ന സന്തോഷത്തിൽ ഞാൻ ചെന്നപ്പോ ഞാൻ അവിടെ കണ്ടത് രണ്ട് തമാശയാണ്. അതായത് സ്കാലയിൽ ജാവ എഴുതി വെച്ചേക്കണം, പിന്നെ സ്പാർക്കിനെ സ്പാർക്കായിട്ട് ഉപയോഗിക്കാം, അപ്പൊ ഡാറ്റ റിസോൾവ് ആയിരിക്കും. സ്പാർക്കിനെ സ്റ്റോം ആയിട്ട് ഉപയോഗിക്കാം, അപ്പൊ നമുക്ക് സർവീസ് കോൾ ഒക്കെ നടത്താം. അല്ലെങ്കിൽ സ്പാർക്കിനെ ഷെഡ്യൂളർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ സ്പാർക്കിനെ ഷെഡ്യൂളർ ആയിട്ടും ഇമ്പറേറ്റീവ് കോഡാ കണ്ടേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ പേര് ഇത് തന്നെ. അപ്പൊ അത് ഭയങ്കര എന്താ പറയാ, അപ്പൊ അവരുടെ കൺസിസ്റ്റൻസി ഗ്യാരണ്ടി, അവരുടെ ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് മോഡലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കിട്ടില്ല. അപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ചാല്, ഈ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് വരുമ്പോൾ ദർ ഇസ് ഓപ്ഷൻ ടു റൈറ്റ് ബെറ്റർ സ്ട്രക്ചർഡ് കോഡ്, ലെസ് എറർ പ്രോൺ കോഡ്. യു ക്യാൻ ആക്ച്വലി യൂട്ടിലൈസ് ദി ആൾറെഡി ഇവോൾവ്ഡ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് റിയാക്റ്റീവ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദോസ് കൈൻഡ് ഓഫ് തിങ്. അങ്ങനെ ഉള്ള ഒരു സമയത്ത് ഈ ഞാൻ കണ്ട ടൈപ്പ് കോഡിങ്ങിലോട്ട് ജാവ ഇപ്പോഴും പോകാൻ ചാൻസ് ഇല്ല എന്നാണ് എന്റെ ഇങ്ങനെ ഈ അല്ലേ? അതെ 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 അതായത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ആൾക്കാര് ഫസ്റ്റ് ഓഫ് ഓൾ സ്കാലക്കൊക്കെ പോപ്പുലാരിറ്റി കിട്ടാത്തതും വൺ ഓഫ് ദ റീസൺ കോഗ്നിറ്റീവ് ലോഡ് തന്നെയാണ്. അത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡിക്ലറേറ്റീവ് കോഗ്നിറ്റീവ് പ്രോഗ്രാം ലോഡാണോ കോഗ്നിറ്റീവ് ഇൻകോമ്പറ്റൻസ് എന്നാണോ പറയേണ്ടത്? ഇൻകോമ്പറ്റൻസ് പറയാം. അതെ ഇപ്പൊ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഒരു ബേസ് റേറ്റ് പ്രോഗ്രാമർക്ക് പോലും ഡിഫിക്കൽട്ട് ആണെന്നായിരിക്കും അവർ ഉദ്ദേശിക്കണേ, അല്ലെ? അതെ 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 പക്ഷേ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇതിപ്പോ പറയണവര് പ്രോഗ്രാമിംഗ് ഒരു ഫെല്ലോ ഹ്യൂമനെ ഇംപ്രസ് ചെയ്യാനാണോ, ബെറ്റർ ആയിട്ട് കമ്പ്യൂട്ടേഷൻ എക്സ്പ്രസ് ചെയ്യലാണോ ഒരു പ്രോഗ്രാമറിന്റെ ധർമ്മം എന്നുള്ളത് ഏതാന്ന് നിങ്ങൾ പറയും? മെഷീന് ഇത് അല്ല, അതിപ്പോ എന്റെ പഴയ ആർഗ്യുമെന്റ് ഇപ്പൊ പുതിയ ആർഗ്യുമെന്റ് വരുമല്ലോ, മെഷീനെ പറ്റിക്കാൻ ഇതൊന്നും പോരല്ലോ എന്നാണ് എന്റെ ചോദ്യം. മനസ്സിലായില്ലേ? ഒരു സർദാർജിനെയും മിശ്രനെയും ഗുപ്തനെയും ഒരു അയ്യരെയും നായരെയൊക്കെ പറ്റിക്കാം, പക്ഷെ കുറെ സ്മിത്തിനെയും മറ്റേ ഫൗളറിനെയൊക്കെ പറ്റിക്കാം. പക്ഷെ കമ്പ്യൂട്ടറിനെ പറ്റിക്കാൻ എന്ത് ചെയ്യും? അപ്പൊ ഓക്കെ, അപ്പൊ അതാണ് നിങ്ങളുടെ ഒരു ഇതിന്റെ ഓപ്ഷൻ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ജാവ സ്പെസിഫിക് ആണ്. ഈ ജാവയിൽ ഫീച്ചർ ഇട്ടിട്ട് തിരിച്ചെടുക്കണ പരിപാടി ഉണ്ടല്ലോ, ഇനിയിപ്പോ വൺസ് അത് ഫൈനൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കില്ല എന്ന് ഗ്യാരണ്ടി ഉണ്ടോ? തിരിച്ചെടുക്കൂല എന്ന് ഗ്യാരണ്ടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഡിപ്രീസിയേഷൻ അവന്മാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ലൈബ്രറീസിനാണ്, ഈ ലിംഗ്വിസ്റ്റിക് കൺസ്ട്രക്ഷൻ അല്ല എന്നുള്ളതാണ് എന്റെ ഡിപ്രീസിയേഷൻ ആണോ അണ്ടർസ്റ്റാൻഡിങ്. ഡിപ്രിക്കേഷൻ ആണോ? ഡിപ്രിക്കേഷൻ. ഓക്കെ, സോ രണ്ടും അതെ അതെ, മറ്റേത് വാല്യൂ ആണ്. മറ്റേ ഡിപ്രിക്കേഷൻ ആണ്. ഡിപ്രിക്കേഷൻ ആണ്. ഓക്കെ ഓക്കെ. അല്ല, അത് പണ്ടുണ്ട്, പക്ഷെ ഇപ്പൊ അവര് ഈ ട്രാൻഷ്യന്റ് ആയിട്ട് ഇപ്പൊ 6 മാസം കൂടുന്നോണ്ട് പണ്ട് ഡിപ്രിക്കേഷൻ
5 കൊല്ലം കൊണ്ട് നടക്കുമെങ്കിൽ ഇപ്പൊ ചിലപ്പോ 2 കൊല്ലം കൊണ്ട് നടക്കും അല്ലെ? അല്ല, പണ്ട് റിമൂവൽ ഉണ്ടായിരുന്നില്ല, ഡിപ്രിഗേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ റിമൂവൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ റിമൂവലും കൂടെ ഉണ്ട്. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ സി ഇപ്പൊ ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് വിശക്കുന്നവനോട് വേദാന്തം ഓതരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേമാതിരി ഇപ്പൊ ബേസിക് ഫീച്ചേഴ്സ് തന്നെ ആക്സിഡന്റൽ കോംപ്ലക്സിറ്റി കാരണം കുത്തിക്കയറ്റാൻ വിഷമിക്കുന്ന ഒരു ഡെവലപ്പർക്ക് ഇത് ദഹിക്കൂ? ഇല്ല ഇല്ല, അതായത് കൊമോഡിറ്റി ടാലന്റിന് വെച്ച് ഇമ്പരറ്റീവ് പ്രോഗ്രാമിംഗ് ആണ് സക്സസ്ഫുൾ പ്രൂവൺ. അത് ബുദ്ധിമുട്ടാ മറ്റേ രീതിയിൽ മാറ്റാൻ. അതായത് ജാവാസ്ക്രിപ്റ്റ്, ടൈപ്പ് സ്ക്രിപ്റ്റില് മറ്റേ സിംഗ വെയിറ്റ് വെച്ച് കോഡ് ചെയ്തു, അതാണ് പെർഫെക്റ്റ് ഫോർ കൊമോഡിറ്റി ടാലന്റ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ സ്ട്രാറ്റജിയാണ് ഇപ്പൊ ബെറ്റർ അല്ലേ, റാദർ ദാൻ ഗോയിങ് ഫോർ റിയാക്റ്റീവ് ആൻഡ് ഇത് അവര് അസിംഗ വെയിറ്റിലോട്ട് പോയത് അല്ലേ ശരിക്കും? അതെ അതെ അതെ. അവർക്ക് നോട്ട് ജേസിനെ ടാക്കിൾ ചെയ്യാനും പറ്റിയെന്ന് തോന്നുന്നു അല്ലേ? ഒരു അതെ, വലുത്. അവർക്ക് മറ്റേ ഒരു വെർച്വൽ ത്രെഡ് കൈൻഡ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്റേണലി ഉണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ സാറ്. അതെ 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 അതെ. ഓക്കെ, അപ്പൊ ലാലിന്റെ ടേക്ക് എന്താണ് ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് കേട്ടിട്ടെന്ന് തോന്നുന്നു? അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇത് യൂസ് കേസിൽ എനിക്കൊരു ധാരണ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, സംഭവങ്ങള്, അതായത് ഡാറ്റയാണ് ആ സംഭവം എന്താന്ന് തീരുമാനിക്കണം, ടൈപ്പ് അല്ല എന്നുള്ളൊരു വേഗ ഐഡിയ മാത്രമേ എനിക്കുള്ളൂ. അത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. അല്ല, ടൈപ്പ് അല്ലാന്ന് ഉദ്ദേശിച്ചത് ക്ലാസ് അല്ലാന്ന് ഉദ്ദേശിച്ചത്? ക്ലാസ് അല്ലാന്ന്, ക്ലാസിന്റെ ടൈപ്പ് അല്ല. ഇപ്പൊ എംപ്ലോയി എന്ന് പറഞ്ഞൊരു ക്ലാസ് ആണെങ്കിൽ അതിന്റെ അകത്തുള്ളത് എംപ്ലോയി ആണെന്നാണല്ലോ നമ്മുടെ നോർമൽ ഇത്. പക്ഷേ ഡാറ്റ ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് കിടക്കുന്ന ഡാറ്റയാണ് അത് എംപ്ലോയി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കണത് എന്നുള്ളൊരു. ഓക്കെ, അല്ല അപ്പൊ അതിനെ അപ്പൊ അതിനൊരു ഇപ്പൊ ലാലിന്റെ ഇതിനൊരു ഞാനൊരു ചരിത്രപരമായ ആൻസർ തരാം. അല്ല അങ്ങനെയല്ല, ഒരു ടൂൾ ഫോർ തിങ്കിങ് ഇൻ എ ഡാറ്റ ഓറിയന്റഡ് ശരത്തിനും ജോയിൻ ചെയ്യാം. അതായത് ഇപ്പൊ ലാലിന്റെ കൂടെ ഒന്ന് വെറുതെ വാക്കി, ഇപ്പൊ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ലാലിന്റെ ഐഡിയ എന്ന് എല്ലാം പ്രൊസീജിയേഴ്സ് ആയിരിക്കും, പ്രൊസീജിയേഴ്സ് വിളിച്ചായിരിക്കും പോണത്. പക്ഷെ ഡാറ്റ ഉണ്ടാവുമല്ലോ, ഒരു പ്രോഗ്രാമിന് ഡാറ്റ ഇല്ലാതെ പറ്റൂല്ലോ. അതെ അതെ, ഡാറ്റ പാരാമീറ്റേഴ്സ് ആയിട്ട് വരും. പാരാമീറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടോ. പറഞ്ഞു. അല്ലല്ല, അപ്പൊ നിങ്ങൾ കണ്ടിന്യൂ. അതായത് ലോക്കലായിട്ടോ ഗ്ലോബൽ ആയിട്ടോ ഡാറ്റ. അപ്പൊ ഗ്ലോബൽ ഡാറ്റയും ഗ്ലോബൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞ അറിയാലോ. അപ്പൊ പ്രൊസീജിയർ ബീങ് ഫംഗ്ഷൻ വിത്ത് എഫക്ട്സ് ആൻഡ് സൈഡ് എഫക്ട്സ്. അതായത് ഈ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗിൽ കോൾ ബൈ പാരാമീറ്റർ ആണ് ഡിഫോൾട്ട് കോളിംഗ് മെക്കാനിസം. അപ്പൊ അങ്ങനെയാണ് അവർ മൾട്ടിപ്പിൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന പ്രൊസീജിയറും ഡാറ്റയും തമ്മിൽ ഗ്ലോബൽ നെയിം സ്പേസ് പൊള്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല് മറ്റേ റൈറ്റ് ഡാറ്റ റോങ് ഫംഗ്ഷനും റോങ് ഡാറ്റ റൈറ്റ് ഫംഗ്ഷനും കൊടുത്താൽ ആകെ അവിടെ മെസ്സാവും. ഇതാണ് പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങിന്റെ ഇത്. അടുത്തത് അവർ കൊണ്ടുവന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് ആണ്. ഈ മോഡുലാർ പ്രോഗ്രാമിങ്ങിന്റെ ശരത്തിന് ഒരു ഐഡിയ എന്താണ്, വല്ല ഉണ്ടോ? മൊഡ്യൂൾസ് ആയിട്ട് പ്രോഗ്രാമിങ്ങിനെ ഇപ്പോഴത്തെ ഈ മൈക്രോ സർവീസസ് അല്ല പറയാനുണ്ടാക്കി. നിങ്ങളിപ്പോ തൽക്കാലം വിചാരിക്കുക 1994 95 മോഡുലർ പ്രോഗ്രാമിങ്ങില് എന്താണ് നമ്മൾ, അതായത് ഈ സ്കോപ്പ് ചെയ്യാനായിട്ട് ഉള്ള കൺസ്ട്രക്ട്സ് കൊണ്ടുവന്നതാണ്. അതെ, അതായത് ഐസൊലേറ്റ് ചെയ്യാനായിട്ട്. ദാറ്റ്സ് എ ബ്രില്യന്റ് വേ ടു പുട്ട് ഇറ്റ്. അതായത് ഈ അൺസ്കോപ്ഡ് ആണ് മറ്റേ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ്, ഗ്ലോബൽ സ്പേസിലെല്ലാം കിടക്കണം. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അപ്പൊ ഈ ക്ലാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കോപ്പ് ബേസ്ഡ് വേരിയബിൾസ് ആണ്. പക്ഷെ ക്ലാസ്സിന് മുമ്പ് അവർ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ സി ലാംഗ്വേജ് ആണ് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തത്. സി ലാംഗ്വേജ് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പൈലേഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു .c ഫയലിലോ CPP ഫയലിലോ നിങ്ങൾ ആ ഫയലില് ഒരു ഫംഗ്ഷനായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഗ്ലോബൽ വേരിയബിൾ ഡിസൈൻ ചെയ്തിട്ട് അല്ല ഡിക്ലെയർ ചെയ്തിട്ട് അതിന്റെ മുന്നില് മറ്റേ എന്താ പറയാ, ഓക്കെ, അതിന്റെ എന്താ പറയാ, ഈ
മുന്നിൽ സ്റ്റാറ്റിക് എന്ന് പ്രഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പൈലേഷൻ യൂണിറ്റിന്റെ ഉള്ളിലെ അതിന് വിസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോ ഇപ്പൊ സിയുടെ ഫയൽ ഫംഗ്ഷൻ ഫയൽ സ്റ്റാർ എഫ് പി സിക്കൽ ടു എഫ് ഓപ്പൺ എന്ന് പറയുമ്പോൾ ആ എഫ് പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഫ് പിയുടെ ഡാറ്റ ഇരിക്കുന്നത് ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ആയിരിക്കും. അപ്പൊ എഫ് പി പുറത്ത് കാണൂല, അതിന്റെ പോയിന്റർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ യു ആർ നോട്ട് സപ്പോസ് ടു വർക്ക് വിത്ത് ഇറ്റ്. അതായത് ആ സ്ട്രക്ചറും വർക്ക് ചെയ്യാൻ വേണ്ടി എഫ് ഓപ്പൺ, എഫ് റീഡ്, എഫ് ഗെറ്റസ്, എഫ് പ്രിന്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗിൽ മൊഡ്യൂൾസ് ഉണ്ടാക്കിയത്. അപ്പൊ ഫയൽ മൊഡ്യൂൾ ഉണ്ടാവും, സ്റ്റാക്ക് മൊഡ്യൂൾ ഉണ്ടാവും. സ്റ്റാക്ക് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൾട്ടിപ്പിൾ ആൾക്കാർ സ്റ്റാക്ക് ചോദിക്കുമല്ലോ, അപ്പോ സ്റ്റാറ്റിക് അറേ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഓരോ ആൾക്കാർക്ക് മറ്റേ എന്താ പറയാ പല സ്ലോട്ടിൽ നിന്ന് എടുത്തു കൊടുക്കും. എന്നിട്ട് അപ്പൊ എന്റെ ഒരു ചോദ്യം എന്താ വെച്ചാല്, ഈ ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യണമെന്ന് വല്ല ഐഡിയ ഉണ്ടോ ലാലിനോ ശരത്തിനോ? അതായത് ഈ സ്റ്റാറ്റിക് ഡാറ്റ സ്റ്റാക്കിലായിരിക്കും അല്ല, സ്റ്റാക്കിലല്ല, ഇത് ഗ്ലോബൽ വേരിയബിൾ ആണോ? സ്റ്റാക്കിലല്ലല്ലോ, സ്റ്റാക്ക് ഫ്രെയിമിലല്ലോ. കൃത്യമായിട്ട് ഐഡിയ ഇല്ല. അത് പൊതുവെ പെട്ടെന്നത്, അതായത് എല്ലാ EXയുടെ ഉള്ളില് ബ്ലാങ്ക് സ്റ്റാറ്റിക് സെഗ്മെന്റും ഉണ്ട്. അതിലാണ് ഈ എല്ലാ സ്റ്റാറ്റിക് വേരിയബിളും കൊണ്ടുപോയി ചെയ്യണത്. നിങ്ങൾ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ സ്റ്റാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ പോലും അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. മനസ്സിലായില്ലേ? BSSലായിരിക്കും ഫംഗ്ഷൻ പറയുന്നത്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പൈലറിന്റെ മാജിക് ആണ് ആ സ്റ്റാറ്റിക് വേരിയബിൾ നിങ്ങൾക്ക് വാല്യൂ റിട്ടേൺ ചെയ്യുന്നതൊക്കെ. കിട്ടിയാ നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ലെക്സിക്കൽ ലെവലിൽ കൺട്രോൾ ചെയ്യാണ് ആ വേരിയബിളിനെ. അപ്പൊ ട്രഡീഷണൽ തിങ്കിങ് ഓഫ് സ്റ്റാക്ക് ഹീപ്പ് അല്ലാതെ തന്നെ EXയുടെ ഉള്ളിൽ തന്നെ സ്ലോട്ട് ഉണ്ട്. അതായത് സ്റ്റാറ്റിക് സെഗ്മെന്റ്, ബ്ലാങ്ക് സ്റ്റാറ്റിക് സെഗ്മെന്റ്, അവിടെയാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യണം. അപ്പൊ കിട്ടിയാ ലാൽ സർ? അതായത് ഈ നമ്മൾ EXE ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു മെമ്മറി ഏരിയയിൽ ഈ സാധനം റീഡ് റൈറ്റ് പോസിബിൾ ആക്കും. അതെ. അതിപ്പോ ഇവൻ ജാവയുടെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാല് അതേ ടെക്നിക്കാണ് സ്ട്രിംഗ് പൂളിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്, പണ്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മാക്കില് റൈറ്റബിൾ മെമ്മറി ഏരിയ ഇല്ലല്ലോ എക്സിക്യൂട്ടബിൾ കോഡിന് വേണ്ടിയിട്ട്? അല്ല, അത് പക്ഷെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. മറ്റേ പേജ് ബിറ്റ് വെച്ചിട്ട് നമുക്ക് സെൽഫ് മോഡിഫൈങ് കോഡ് എഴുതാം. ഓക്കെ, അല്ല അത് നമുക്ക് പാർക്ക് ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് അതിന്റെ ഡിസ്കഷൻ ഉണ്ട്, അത് പറ്റും. ഞാൻ ഒരു ഡൗട്ട് കൊണ്ട് ചോദിക്കട്ടെ. ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്നൊരു പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഓൾറെഡി റൺ ചെയ്യണ ഒരു പ്രോഗ്രാമിന്റെ മെമ്മറിയിൽ കയറി കഴിഞ്ഞിട്ട് മോഡിഫൈ ചെയ്യാം നമുക്ക് കുറെ കാര്യങ്ങൾ. അപ്പൊ കുറെ സ്റ്റാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ടാവും, ഫങ്ഷൻസ് ഉണ്ടാവും, പിന്നെ നോർമൽ കോഡും ഉണ്ടാവും, ഡൈനാമിക് ആയിട്ട് കയറി വരുന്ന കോഡും ഉണ്ടാവും. അപ്പൊ അതിലെ സ്റ്റാറ്റിക്കിന്റെ കാര്യമാണോ പറയുന്നത്? അതായത് അല്ല, ഇതിപ്പോ കമ്പൈൽ ടൈമില് സ്റ്റാറ്റിക് വേരിയബിൾസ് വിത്തിൻ ഈച്ച് മൊഡ്യൂള് ലോക്കൽ ടു ദാറ്റ് മൊഡ്യൂൾ ആണ്. പക്ഷെ ഡാറ്റ ഇരിക്കുന്നത് EXയുടെ ഉള്ള അതിന്റെ റൂട്ട് റെഫറൻസസ്. ഇപ്പൊ EXയുടെ ഉള്ളിൽ എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു EX റൺ ചെയ്യുമ്പോ മെമ്മറിയിൽ ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ. ആ ഇമേജില് ദോസ് ഏരിയാസിൽ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഡിസ്ക്രിഷണറി റൈറ്റിംഗ് പോസിബിൾ ആണ്. ഇപ്പൊ എന്റെ ഒരു ബുക്ക് ഉണ്ട്, ലിനക്സ് പ്രോഗ്രാം പഠിക്കണം. അതിൽ ഞാൻ പറയുന്നുണ്ട് എങ്ങനെ സെൽഫ് മോഡിഫൈങ് കോഡ് ഏതാന്ന്, വിൻഡോസിലും ലിനക്സിലും. അതായത് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു നിങ്ങളുടെ മെമ്മറിയുടെ പേജ് കണ്ടുപിടിക്കേണ്ട, ആ പേജിന്റെ ബിറ്റ് റീഡ് റൈറ്റ് ആക്കുക അലോങ് വിത്ത് എക്സിക്യൂട്ടബിൾ. അപ്പൊ നിങ്ങൾക്ക് ആ എക്സിക്യൂട്ടബിൾ കോഡിന്റെ ഏരിയ വരെ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാം. അങ്ങനെ പാച്ച് ചെയ്യാറുണ്ട് ആൾക്കാർ. അപ്പൊ സ്പ്രിംഗ് റിഫ്ലക്ഷൻ വെച്ചിട്ട് പാച്ച് ചെയ്യണല്ലോ, അതേമാതിരി നിങ്ങൾക്ക് വേണമെങ്കിൽ പാച്ച് ചെയ്യാം. അപ്പോ ഈ BSSഉം മറ്റേ സാധനവും റൈറ്റബിൾ ആണ് ടെക്നിക്കലി. ഇത് മെമ്മറിയിൽ നിൽക്കണ ഇതിന് മാത്രമല്ലേ ബാധിക്കുള്ളൂ? അതായത് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിലേ ആ വേരിയബിളിൽ നിന്ന് സ്റ്റാക്കിലോട്ട് പോയിന്റ് ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് ഇറ്റ്സ് അപ് ടു യു. പക്ഷെ അതിപ്പോ ഹീപ്പില് അതവിടെ കിടക്കുക. അപ്പൊ ഞാനിവിടെ അത് പാസിംഗിൽ മെൻഷൻ ചെയ്യുന്നത് അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണ്. മനസ്സിലായില്ലേ? മോഡുലാർ പ്രോഗ്രാമിംഗ് എങ്ങനെ അവർ എനേബിൾ ചെയ്തെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഞാൻ കോഡ് എഴുതി കാണിച്ചു തരാം. ഒരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ. അപ്പൊ ഒരു കുറച്ച് വേരിയബിൾസ് കോൺസ്റ്റന്റ് ആയിട്ടൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് റീഡ് ഉള്ളിൽ നിന്ന് തന്നെയായിരിക്കുമല്ലോ എക്സിക്യൂട്ടബിൾ മെമ്മറി കിടക്കുന്നത്. അതും നമുക്ക് പോയി എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അല്ല, അതിപ്പോ ഇപ്പൊ നിങ്ങള് ഇപ്പൊ നിങ്ങൾ സ്റ്റാറ്റിക് വേരിയബിളിൽ ഒരു പോയിന്റർ ഇട്ടു, പോയിന്റർ ഓവർ ഷൂട്ട് ചെയ്തൂടെ? അപ്പൊ അവിടെ റൈറ്റ് ചെയ്യും.
സിക്ക് ആ പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ. ഇപ്പൊ ആ പേജ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ബിറ്റ് ഒക്കെ വേണം. അപ്പൊ സെൽഫ് മോഡിഫൈങ് കോഡ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ യൂസർക്ക് റൈറ്റ്സ് ഒക്കെ വേണം. ഇതിപ്പോ നിങ്ങള് ഒരു പ്രോഗ്രാമില് നിങ്ങൾക്ക് ബേസിക് റൈറ്റ്സേ ഉള്ളൂ, എക്സിക്യൂട്ടബിൾ റൈറ്റ്സേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ പ്രോക്സി ആയിട്ടുള്ള പ്രോഗ്രാം, ഇംപേഴ്സണേറ്റഡ് യൂസർ ആണല്ലോ പ്രോക്സിയുടെ ആ പ്രോസസ്സിന്റെ ഓണർ. അയാൾക്ക് അവിടെ റൈറ്റ് ഇല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻ ഫെയിലോ. അതായത് വിൻഡോസിലെ അഡ്മിനിസ്ട്രേറ്റീവ് മോഡലിൽ ഓടിക്കഴിഞ്ഞാൽ പലതും നടക്കും. യൂസർ മോഡിൽ ഓടിക്കഴിഞ്ഞാൽ യൂസറിന്റെ റൈറ്റ് അനുസരിച്ചാണ് ആ റൈറ്റ് ഡിസ്ക്രിപ്ഷൻ കിട്ടുള്ളൂ. റെഡിയാ? അപ്പൊ അത് ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഞാനിപ്പോ ഇവിടെ പാസിംഗിൽ പറഞ്ഞ ചില മോഡുലാർ പ്രോഗ്രാമിംഗ് ഹിറ്റ് ചെയ്യാനാണ്. കാരണം അവിടെ ഒരു ഇൻഡീഡ് വാല്യൂ ഉണ്ട്. ഷർത്ത് പറഞ്ഞാണ് അതിന്റെ ഉദ്ദേശം, സ്കോപ്പ്. ബട്ട് ഹൗ ദേ റിയലൈസ്ഡ് ഇട്ടാണ് ഞാൻ പറഞ്ഞത്. റെഡിയാ? ഓക്കെ. പിന്നെ അവര് കൊണ്ടുവന്നു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൊണ്ടുവന്നു. അവരവിടെ പറഞ്ഞു ഈ ഡാറ്റയും ഈവൻ മോഡുലാർ പ്രോഗ്രാമിങ്ങിലും വിത്തിൻ ദ കമ്പൈലേഷൻ മൊഡ്യൂള് നെയിം സ്പേസ് പൊല്യൂഷൻ ഉണ്ടാവാം. ഇവിടെ കിട്ടിയ അപ്പോ അതിനൊരു സൊല്യൂഷനാണ് റാദർ ദാൻ ക്ലാസ്. നമുക്ക് ക്ലാസ്സസ് എന്തുകൊണ്ട് ഉണ്ടായിക്കൊണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഡാറ്റയും ഫംഗ്ഷനും നമുക്ക് ഒറ്റ യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്കൊരു ചെറിയ പ്രോബ്ലം വന്നു. ഹയറാർക്കി പ്രോസസ് ചെയ്തപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഹയറാർക്കിയിൽ ചേഞ്ചസ് വരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഇവരെന്ത് ചെയ്തു, സ്ട്രക്ചറും ബിഹേവിയറും സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ ഹയറാർക്കിയും കോമ്പോസിറ്റും വിസിറ്ററും രണ്ടാക്കി. അതായത് അൽഗോരിതം വിസിറ്ററിലും മറ്റേ ഡാറ്റ സ്ട്രക്ചർ ഡാറ്റ ഓൺലി ആയി. പക്ഷെ അത് ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തത്. അല്ലെ? സോഫർ വിത്ത് മീ? അത് കഴിഞ്ഞിട്ട് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പോപ്പുലർ ആയി കഴിഞ്ഞപ്പോ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞ ഷെയർഡ് മ്യൂട്ടബിൾ സ്റ്റേറ്റ്. ഒന്നുകൂടി ഞാൻ പറയാം, ഷെയർഡ് മ്യൂട്ടബിൾ സ്റ്റേറ്റ്. മ്യൂട്ടബിലിറ്റി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന് വലിയ കുഴപ്പമില്ല. പക്ഷെ ഷെയർഡ് മ്യൂട്ടബിൾ സ്റ്റേറ്റ് ലോക്കൊക്കെ ഇട്ട് ചെയ്യണം. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്തു, നമുക്ക് എന്തുകൊണ്ട് മ്യൂട്ടബിലിറ്റി തന്നെ ഇല്ലാണ്ടാക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പിക്ചറിലോട്ട് തന്നെ. അപ്പൊ കോമ്പോസിറ്റിന്റെ റോള് ടൈപ്സ് ഏറ്റെടുത്തു, വിസിറ്ററിന്റെ റോള് ഫങ്ഷണൽ കോമ്പോസിഷൻ ഏറ്റെടുത്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹയറാർക്കി മറ്റേ നിങ്ങൾക്ക് ഫ്ലാറ്റൻ ചെയ്താലേ ഫങ്ഷണൽ കോമ്പോസിഷനിൽ വർക്ക് ചെയ്യും. അല്ലെ? മനസ്സിലായില്ലേ? കാരണം ഫങ്ഷണൽ കോമ്പോസിഷൻ വെച്ചാൽ ചെയിൻ ഓഫ് ഫങ്ഷനാണ്. ഇനി നിങ്ങൾക്ക് അതിൽ ഗ്രാഫ് ഉണ്ടാക്കാം, പക്ഷെ അത് പ്രോസസ് ഗ്രാഫാണ്. റിക്കർസീവ് ഡാറ്റ പ്രോസസ് ചെയ്യാനുള്ള ടൂള് അതിലില്ല. അല്ലേ? അപ്പൊ റിക്കർസീവ് ഡാറ്റ ആ സ്ട്രക്ചർ ട്രാൻസ്ഫോം ചെയ്യാതെ ആസ് ഈസ് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫങ്ഷണൽ കോമ്പോസിഷൻ പൈപ്പ് ലൈനിന്റെ ആ റിക്കർസീവ് ഡാറ്റ സ്ട്രക്ചറിന്റെ ഇടയിൽ കുറച്ച് കൺസ്ട്രക്ട്സ് വേണം. അതിനെയാണ് പാറ്റേൺ മാച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ കിട്ടിയ? അതായത് ഇപ്പൊ നിങ്ങൾ ഐട്രേറ്റർ ഒബ്സർവബിൾ ഒക്കെ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റൻ ചെയ്യണം ആ ഹയറാർക്കി. ഇപ്പൊ ഒരു ട്രീ ആണെങ്കിൽ DFS ഐട്രേറ്റർ വെച്ചിട്ടേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഈ BFS ഐട്രേറ്റർ അല്ലെങ്കിൽ റാൻഡം ആക്സസ് ഐട്രേറ്റർ. ഇനിയിപ്പോ മറ്റേ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫ്ലാറ്റനിങ് നടത്തിയാലേ നിങ്ങൾക്ക് ഫങ്ഷണൽ ചെയിനിലൂടെ കണക്ട് വിടാൻ പറ്റും ലിങ്കിലോട്ട്. അപ്പൊ IEEE അല്ലെങ്കിൽ എന്യൂമറബിലിറ്റി ഉണ്ടാക്കുവോ അല്ലെങ്കിൽ മറ്റേ സ്ട്രീം ഉണ്ടാക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലീനിയർ കോമ്പോസിഷനും ഹയറാർക്കിക്കൽ ഡാറ്റയും തമ്മിലൊരു മിസ്മാച്ച് ഉണ്ട്. അപ്പോ ഹയറാർക്കിക്കൽ കോമ്പോസിഷൻ സപ്പോർട്ട് ചെയ്യാനുള്ള മാത്തമാറ്റിക്കൽ ഫോർമലിസം ഫങ്ഷണൽ പ്രോഗ്രാമേഴ്സ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അവര് ചെയ്തത് എന്താണ്, അവര് പാറ്റേൺ മാച്ചിങ് കൊണ്ടു. അതായത് ഹയറാർക്കിയുടെയും ലീനിയർ കോഡിന്റെയും നടുക്ക് പാറ്റേൺ മാച്ചിങ് കൊണ്ടുവന്നു. അപ്പൊ ഈ ഹയറാർക്കി ഉണ്ടാക്കാൻ വേണ്ടി ഈ ഡാറ്റ ഹയറാർക്കി അവർക്ക് ഡിക്ലറേറ്റീവില് കൊടുക്കണമല്ലോ. അപ്പൊ ലോജിക്കിൽ നിന്ന് കൺജങ്ക്റ്റീവ് നോർമൽ ഫോം, അതായത് A.B.C അല്ലെങ്കിൽ A and B and C അങ്ങനെയും കൊടുക്കാം. ഇനി അത് ബ്രാക്കറ്റിലിട്ടിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഓർ എന്ന് പറഞ്ഞും കൊടുക്കാം. അപ്പൊ ആൻഡ് ഓർ, ഇപ്പൊ ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം. ഇങ്ങനെയാണ് നിങ്ങൾ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റിൽ പ്രൊഡക്ഷൻസ് എഴുതുന്നത്. ആ ഇഡിയം ഉപയോഗിച്ച് രണ്ട് ടൈപ്പുകളുണ്ട്, പ്രൊഡക്റ്റ് ടൈപ്പ് അതിപ്പോ ആൻഡ് സം ടൈപ്പ്. അപ്പൊ പ്രൊഡക്റ്റ് ടൈപ്പ് ആണ് റെക്കോർഡ്, ട്യൂപ്പിള്, പെയറൊക്കെ. സം ടൈപ്പ് ആണ് മറ്റേ ഓപ്ഷണല്, എനും മേ ബി, പിന്നെ എന്താ പറയാ ഡിസ്ജോയിന്റ് യൂണിയൻ. അതിപ്പോ C# ഇപ്പൊ സപ്പോർട്ട് ഇല്ല. വൺ ഓഫ് ലൈബ്രറി ആ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ജാവയിൽ അത് വന്നു കഴിഞ്ഞു.
അപ്പോൾ എവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാം. പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗിൽ ഡാറ്റയും ഇതും ഇപ്പൊ പ്രൊസീജിയറിനാണ് പോകുന്നത്. ഡാറ്റ ഇത്ര പ്രൊമിനന്റ് ആയിരുന്നില്ല. മറ്റേത് ഡാറ്റയുമ്പോൾ കുറച്ച് ഇത് വന്നെങ്കിലും ഡാറ്റ ലോക്കലി സ്കോപ്പ് ചെയ്യാൻ പറ്റി. പക്ഷെ എങ്കിലും സ്റ്റിൽ ദർ ആർ ലോട്ട് ഓഫ് ഇഷ്യൂസ് വിത്തിൻ ദ മൊഡ്യൂൾ. അത് കഴിഞ്ഞിട്ട് അവര് ഊപ്പ് കൊണ്ടുവന്നു, ഡാറ്റയും ഫംഗ്ഷനും ഈക്വൽ ആണെന്ന് പറഞ്ഞു. പിന്നെ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഹൈറാർക്കി പ്രോസസ് ചെയ്യാൻ വേണ്ടി കോമ്പോസിറ്റ് വിസിറ്റർ കൊണ്ടുവന്നു. അപ്പൊ കോമ്പോസിറ്റ് വിസിറ്ററിലും കുറെ പ്രോബ്ലംസ് ഉണ്ട്. കാരണം വിസിറ്ററിന് കോമ്പോസിറ്റിന്റെ സ്ട്രക്ചർ ഒക്കെ അറിയണം. അപ്പൊ പണ്ട് ചെയ്തിരുന്ന വെച്ചാൽ അതിനെ ഫ്ലാറ്റൻ ചെയ്ത് ഐട്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ മറ്റേ ജാവയ്ക്കാണെങ്കിൽ സ്ട്രീം ആക്കിയിട്ട് അല്ലെങ്കിൽ ലിങ്കിൽ ലേസി കോമ്പോസിഷൻ ചെയ്യും ഐനുമറബിലിറ്റി വെച്ചിട്ട്. അതല്ലെങ്കിൽ ഒബ്സർവബിൾ വെച്ചിട്ട് RX ആക്കും. ഇത് ഇങ്ങനെയാണ് പണ്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോ ഇപ്പോ ഹൈറാർക്കിയെ ആസിസ്, അതായത് ഡാറ്റയെ ആസിസ് പ്രോസസ് ചെയ്യാൻ വേണ്ടി സം ടൈപ്പ് പ്രൊഡക്റ്റ് ടൈപ്പ് ഫോർ മോഡലിംഗ് ഡാറ്റ, മറ്റേ പാറ്റേൺ മാച്ചിങ് ടു പ്രോസസ് ഇറ്റ് കൊണ്ടെന്ന് ചെയ്യുന്നതിനെയാണ് ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റയാണ് സെൻട്രൽ സിറ്റിസൺ. ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗിൽ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ ഡാറ്റ പ്രോസസ് ചെയ്യാനുള്ള അതിന് വേണ്ടിയുള്ള പാറ്റേൺ മാച്ചിങ് ഫീച്ചേഴ്സ് ലാംഗ്വേജസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. കോൺസ്റ്റന്റ് പാറ്റേൺ മാച്ചിങ് ചെയ്യാം, വേരിയബിളിനെ ചെയ്യാം, ടൈപ്സിനെ ചെയ്യാം, ഒബ്ജക്ട് ഇൻസ്റ്റൻസിനെയും ജനറിക് ഒബ്ജക്ട്സിനെയും ഒക്കെ ചെയ്യാം. അപ്പോൾ മോർ ആൻഡ് മോർ തിങ്സ് പാറ്റേൺ മാച്ചിങ്ങിന്റെ ഉള്ളോട്ട് വരുമ്പോൾ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത് ഒരു ഡാറ്റ ഓറിയന്റഡ് വേയിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഞാൻ അതിൽ കാണുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നാളെ ഇതുവരെ ആയിട്ടുള്ള എല്ലാ പാരാഡിമും നിങ്ങൾക്ക് നന്നായി ജനറിക്സ് അറിയണം, നിങ്ങൾക്ക് ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് എന്താണെന്ന് അറിയണം, നിങ്ങൾക്ക് കോമ്പോസിറ്റ് വിസിറ്റർ എങ്ങനെയാണെന്ന് അറിയണം, കോമ്പോസിറ്റ് വിസിറ്റർ നിങ്ങൾ പണ്ട് എങ്ങനെ പ്രോസസ് ചെയ്തതിനെ കുറിച്ച് അറിയണം. എന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏകദേശം കുറച്ചുകൂടി ഒരു ബെറ്റർ ആയോ വ്യൂ? ശരദ, യു കൻ ആഡ്, ഓർ ലാൽ, ഇഫ് യു ഗോട്ട് എനി തോട്ട്സ് യു കൻ ആഡ്. ചരിത്രപരമായിട്ട് അങ്ങനെയാണ്. അപ്പൊ എന്തോ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ആരെയോ? നമ്മുടെ ഇതിന്റെ മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ അത് സമയത്ത് കുഴപ്പമൊന്നുമില്ല. സി ഇപ്പൊ ഈ ഇടയ്ക്കറി പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ഗ്രൂപ്പാണല്ലോ ഈ സീസ് കമന്റ് ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ, മെസ്സേജ് ഇട്ടിട്ട് കാര്യമില്ല, ഇടയ്ക്കറി പറയണെന്നല്ല. ഇന്ററാക്റ്റീവ് ആണ്. പറഞ്ഞു. അപ്പൊ ഇത് ചർച്ച ഇപ്പൊ കുറെ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഫസ്റ്റ് സെഷനാ. ഇനി കോഡ് പാറ്റേൺസ് വരും, മനസ്സിലായില്ലേ? നമ്മള് ഇനി കുറെ കഴിഞ്ഞപ്പോ നമ്മള് കൺവെൻഷണൽ അൽഗോറിതംസ് ഒക്കെ നമ്മള് ഫ്ലാറ്റ് മാപ്പ് ഒക്കെ വെച്ച് സോൾവ് ചെയ്യുള്ളൂ, മനസ്സിലായില്ലേ? സോർട്ടൊക്കെ. ഇനി നമ്മള് അത് കഴിഞ്ഞിട്ട് അവിടെയും നമ്മൾ നിൽക്കാൻ പോകില്ല. നമ്മൾ ഇമ്മ്യൂട്ടബിൾ ഡാറ്റ സ്ട്രക്ചറിലോട്ട് പോകും. ഇമ്മ്യൂട്ടബിൾ ഡാറ്റ സ്ട്രക്ചർ വരുമ്പോഴാണ് ഇതിന്റെ കളി ഭയങ്കരമാവുന്നത്. AVL ട്രീ എല്ലാം നമുക്ക് ഇങ്ങനെ മോഡൽ ചെയ്യാം. പെർസിസ്റ്റന്റ് ഡാറ്റ സ്ട്രക്ചർ എന്നാ പറയുന്നത്. അതാണ് ഇപ്പൊ ഹോളി ഗ്രെയിൽ. ഇപ്പൊ ക്രിസ് ഓക്കസാക്കി അതിന്റെ ബുക്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ UST ഒരു പുള്ളി ഉണ്ട്, അഡ്നാൻ മസൂദോ, പുള്ളി എഴുതിയിട്ടുണ്ട് ഈ പാക്കറ്റിന് വേണ്ടി പെർസിസ്റ്റന്റ് ഡാറ്റ സ്ട്രക്ചറിന്റെ. ഇവിടെ അവരുടെ മെഷീൻ ലേണിംഗിന്റെ എന്തോ ആളാ. അപ്പൊ നേരിട്ടേക്ക് എന്താണ് ശ്രീത്തെ? ഞാൻ കൺസ്യൂമിങ് സൈഡിലാണ്. എനിക്ക് അങ്ങനെ അല്ല, ഇത് ഇപ്പൊ നിങ്ങളെ ഈ ലെൻസോടെ സ്വിഫ്റ്റ് എടുത്ത് നോക്കാം. സ്വിഫ്റ്റിൽ ഇപ്പൊ മെറ്റാ പ്രോഗ്രാമിംഗ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി സ്വിഫ്റ്റില് മിക്കവാറും പാറ്റേൺ മാച്ചിങ് ഉണ്ടെന്നാണ് എന്റെ അറിവ്. പക്ഷെ ഈ ഏത് ലെവൽ ഓഫ് മെച്ചൂരിറ്റിയിൽ എത്തിയെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് ഇൻ സ്വിഫ്റ്റ് എന്ന് അടിച്ചു നോക്കിയാൽ മതി. ഈ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കുന്നതിന് പകരം ഇപ്പൊ എന്താ പറയാ, ഈ ചെറുത്തൊരു പദം ഉപയോഗിച്ചാൽ എന്താ ആൾജിബ്ര എന്ന് ഉദ്ദേശിച്ച ടൈപ്പ് ആൾജിബ്ര എന്താണ്? ഡൊമൈൻ ആൾജിബ്ര. ഓക്കെ, മെയിൻ എന്താണ് ആൾജിബ്ര? ശ്രീത്തെ ഒന്ന് എന്റെ കൂടെ വാക്ക് ചെയ്യും. ആൾജിബ്ര മേജർലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു എന്താ പറയാ, ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നു, അതാണ് ആൾജിബ്ര. അതായത് അല്ല, ഏറ്റവും മോഡൽ വേണ്ട. ശ്രീത്ത് ഇപ്പൊ 10ാം ക്ലാസ്സിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൾജിബ്ര എന്താന്ന് പറയും? ആൾജിബ്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ് ഈക്വൽ ടു സംതിങ് പറയുകയാണെങ്കിൽ അതാണ് ആൾജിബ്ര.
ഒരു അതായത് ഇക്വേഷൻ ജനറലൈസേഷൻ ഓഫ് ജനറലൈസ് അരിത്തമാറ്റിക് ചെയ്തിട്ടാണ്. അരിത്തമാറ്റിക്കിന്റെ ജനറലൈസേഷൻ ആണ്. അരിത്തമാറ്റിക് വാല്യൂസ് നടക്കുന്നത് 2 + 3 × 4 ഒക്കെ ആണെങ്കിൽ ഇവിടെ വേരിയബിൾസ് അത് എടുക്കും. അതായത് ഈ വേരിയബിൾസ് ഒരു സെറ്റിൽ നിന്നായിരിക്കും എടുക്കുന്നത്. മനസ്സിലായില്ലേ? അതെ. അപ്പൊ ആ സെറ്റിലെ ഒരു എലമെന്റ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ജനറലൈസ്ഡ് ആയിട്ട് അരിത്തമാറ്റിക് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ആൾജിബ്ര. അതാണ് അതെ. ഹൈസ്കൂൾ ആൾജിബ്ര എന്ന് പറയുന്നത്. ആ. പക്ഷേ 1830 എവറസ്റ്റ് ഗലോയ് എന്ന് പറഞ്ഞ ഇവിടെയുണ്ട്. പുള്ളി ഫ്രഞ്ച് റവല്യൂഷനിലോ മറ്റേ നെപ്പോളിയനെതിരെയൊക്കെ പരിചയപ്പെട്ട് ചത്തുവേണം. Okay. 21 വയസ്സുള്ളൊരു പയ്യനാ. അപ്പൊ ഇവർക്കൊരു പ്രോബ്ലം വന്നതെന്ന് വെച്ചാല് ഈ y = a + bx കുറെ സൊല്യൂഷൻ ഉണ്ട്. y = ax² + bx + c = 0 ഇന്റിജർ സൊല്യൂഷൻ വളരെ കുറവാണ്. ചിലതേ സാറ്റിസ്ഫൈ ഉള്ളൂ. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. Okay. പിന്നെ ക്യൂബിക്കിനും മറ്റേ ലൂക്ക പാഷിയോളി കാർഡാനോ ഫോർമുലയൊക്കെ ഉണ്ട്. കുറച്ച് ഇന്റഗ്രൽ സൊല്യൂഷൻ ഉണ്ട്. ഫോർത്ത് നമുക്ക് ക്വാർട്ടിക്കിനെ നമുക്ക് മറ്റേ ക്വാഡ്രാറ്റിക് ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. പക്ഷെ 5th and 6th 7th പവറിനൊന്നും ആൾജിബ്ര ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ ഇല്ല. ന്യൂമറിക്കലി അത് വാല്യൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കിട്ടിയ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ല ന്യൂമറിക്കൽ അല്ല. ഇപ്പൊ ബൈസെക്ഷൻ മെത്തേഡ് ഉണ്ട്. ബബിൾസ് മറ്റേ സെർച്ച് ചെയ്യണ മാതിരി നമ്മൾ സെർച്ച് ചെയ്യും റൂട്ട്. അതായത് ഇപ്പൊ ഒരു 2 ഡയമെൻഷണൽ സ്പേസിൽ ഒരു എക്സും വൈ ആക്സിസ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ കർവ് എവിടെയൊക്കെ എക്സിനെ മുട്ടുന്നു എന്നുള്ള സ്ഥലത്താണ് റൂട്ട്. മനസ്സിലായില്ലേ? പിന്നെ ഒരു ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര ഒക്കെ ഉണ്ട്. അതായത് ഒരു nth ഓർഡർ പോളിനോമിയലിന് n റിയൽ ഓർ കോംപ്ലക്സ് റൂട്ട് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അതേമാതിരി ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസും ഉണ്ട്, തിയറം ഓഫ് ആൾജിബ്ര ഒക്കെ എല്ലാവർക്കും ഉണ്ട് ഈ ടൈപ്പ് സാധനം. മനസ്സിലായില്ലേ? നമ്മൾ അതിലോട്ട് കടക്കുന്നില്ല. അപ്പോ ഈ എവറസ്റ്റ് ഗലോയ്സും ഇവര് കൂടിയാണ് ഈ മാത്തമാറ്റിക്സിനെ അവര് ഓപ്പറേഷൻസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഗ്രൂപ്പ്, റിങ്, ഫീൽഡ്, ഇന്റഗ്രൽ ഡൊമൈൻ, കാറ്റഗറി, ലാറ്റിസ് ഇങ്ങനെ കുറെ സ്ട്രക്ചേഴ്സ് മാത്തമാറ്റിക്സിൽ വന്നത്. അപ്പൊ അതിനെ ഓർഡിനറി മാത്തമാറ്റിക്സ് എന്നൊരു ഒരു ബ്രിഡ്ജായിട്ട് സെറ്റ്, റിലേഷൻ, ഫംഗ്ഷൻ, പിന്നെ സെമി ഗ്രൂപ്പ്, മാഗ്മ ഇങ്ങനെ കുറെ മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് വന്നു. അതുമായുള്ള എല്ലാ മാനിപ്പുലേഷനും ആൾജിബ്രയായി. ഇനി ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഓവർലോഡ് ചെയ്തിട്ട് മെട്രിസസ്, വെക്ടർ, ടെൻസർ ഇതൊക്കെ നമുക്ക് ഇനിയിപ്പോ ആൾജിബ്രായിക് ജോമെട്രി വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു ആൾജിബ്രായിക് ഫോർമുലേഷൻ ഓഫ് മോർ ആൻഡ് മോർ കോംപ്ലിക്കേറ്റഡ് തിങ്സ് വന്നു തുടങ്ങി. ഓക്കെ. അപ്പോ ഈ നമുക്കിപ്പോ തൽക്കാലത്തേക്ക് ഈ ഗ്രൂപ്പ്, റിങ്, ഫീൽഡിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എൻറ്റിറ്റി അതുമേലുള്ള ഒരു ഓപ്പറേഷൻ ഐഡന്റിറ്റി പ്രോപ്പർട്ടി ഉണ്ട്, അസോസിയേറ്റിവിറ്റി ഉണ്ട്, ക്ലോഷർ ഉണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. ഈ 4 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രൂപ്പാണ്. ഇനിയിപ്പോ ഗ്രൂപ്പിന്റെ മുകളില് ഇപ്പൊ ഗ്രൂപ്പിന് കമ്മ്യൂട്ടേറ്റിവിറ്റി കൂടി ഉണ്ടെന്ന് വെച്ചാൽ അസോസിയേറ്റിയുടെ ഒപ്പം അതിന് അബേലിയൻ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോ ഇനി റിങ് വരും. അപ്പൊ റിങ് വരുമ്പോഴേക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്റീജർ ഒരു റിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ബിഗ് ഇന്റീജർ ക്ലാസ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ടെസ്റ്റ് കേസസ് ഒക്കെ വളരെ കുറവ് മതി. നിങ്ങൾ അത് റിങ് ആണോ നോക്കിയാൽ മതി. മനസ്സിലായോ? ഇപ്പൊ വെക്ടർ മെട്രിസസിനെ ഇത് കഴിഞ്ഞാൽ ഫീൽഡിന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണ്. ഇവിടെ കിട്ടിയ വെക്ടറൊക്കെ വരുമ്പോ. അപ്പൊ ഇങ്ങനെ ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന സാധനത്തിനാണ് ഇത് ചെയ്യണേ. അപ്പൊ ഫങ്ഷണൽ പ്രോഗ്രാമിംഗില് പൊതുവെ ഇപ്പൊ ഒരു പ്രോപ്പർട്ടി ബേസ്ഡ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോ ഐഡന്റിറ്റി ഉണ്ട്, അസോസിയേറ്റിവിറ്റി ഉണ്ട്, ക്ലോഷർ ഉണ്ടെങ്കിൽ അത് മോണോയിഡ് ആണ്. ഓക്കെ, മോണോയിഡ്. ഓക്കെ. അപ്പൊ ഈ ഇപ്പൊ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ഇൻ എ സ്ട്രിംഗ് മോണോയിഡ് ആണ്. അഡീഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഒരു മോണോയിഡ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഒരു മോണോയിഡ് ആണ്. മനസ്സിലായി? അങ്ങനെ ഈ മോണോയിഡിന്റെ ഗുണം എന്താ വെച്ചാൽ അത് ഫോൾഡബിൾ ആണ്. ശ്രീത്തെ ഫോൾഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാം, അഗ്രഗേറ്റ് ചെയ്യാമൊക്കെ പറ്റും. ഇവിടെ കിട്ടിയ ഇനി ഇതിന്റെ മുകളില്
ഒരു മാപ്പിംഗ് ഓപ്പറേഷൻ കൂടി സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചു. അതിനെ ഫങ്ക്ടർ എന്ന് പറയും. ഓക്കെ. ഇനി ആ ഫങ്ക്ടറിനെ മുകളിൽ മൾട്ടിപ്പിൾ സീക്വൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഫ്ലാറ്റ് മാപ്പും കൂടി ആഡ് ചെയ്യും. അപ്പൊ അത് മൊണോയിഡ് ആവും. ഓക്കെ. കൺസ്ട്രക്ട് വിത്ത് ഐഡന്റിറ്റി, ലെഫ്റ്റ് ഐഡന്റിറ്റി, റൈറ്റ് ഐഡന്റിറ്റി, അസോസിയേറ്റിവിറ്റി, മാപ്പ് ആൻഡ് ഫ്ലാറ്റ് മാപ്പ് ഇസ് എ മൊണാഡ്. ഓക്കെ. എന്ന സ്ഥാനത്ത് കുറെ മൊണാഡ്സ് പാരലലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ an ഇൻസ്റ്റൻസ് ഓഫ് അപ്ലിക്കേറ്റീവ്സ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്ലിക്കേറ്റീവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ ഉള്ളത് എഫക്ട്സ് ആണ്. ഇപ്പൊ റിയാക്റ്റിലൊക്കെ ഉള്ള എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷണൽ സ്റ്റൈലിൽ ചേഞ്ച് വരുത്താം. സൈഡ് എഫക്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫങ്ഷണൽ സ്റ്റൈലിൽ എന്തിനു ചേഞ്ച് വരുത്താം? നമ്മൾ എൻറ്റിറ്റീസിനെ ചേഞ്ച് ചെയ്യാം. മ്യൂട്ടേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല നോർമലി. ഓക്കെ. അപ്പൊ അതാണ് ഈ സാധനം. അപ്പൊ ഇത് കൂടെ ഇപ്പൊ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മൊണോയിഡ്, ഫങ്ക്ടർ, മൊണാഡ്, അപ്ലിക്കേറ്റീവ്സ്, ഈ എഫക്ട്സ്. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ ഒരു ഡാറ്റാബേസ് കോണ്ടെക്സ്റ്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ഒരു കോളം സം ചെയ്യുമല്ലോ, അഗ്രഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട് SQL. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് മൊണോയിഡ്. ഓക്കെ. ആ മൊണോയിഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഗ്രഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഞാൻ പൈസ്പാർക്കിലാണ് അത് ചെയ്തത്. സാറേ ഇത് ഞാനൊരു ലിങ്ക് ഇട്ടുണ്ട്. അല്ല അത് ജാവയിൽ ചെയ്താണ്. പക്ഷെ ഞാൻ ഈ വാലിഡേഷൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നതാണോ? അതെ അതെ, പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പിയടക്ക് ചെയ്താണോ? ഇല്ല, ഇത് 2 കൊല്ലം മുന്നേ ഉള്ള കോഡാണ്. അപ്പൊ കൊള്ളാം. C++ സാധനമുണ്ട്. ആൾജിബ്രായിക് ഡാറ്റ സ്ട്രക്ചർ. അതന്നെ പുള്ളി പണ്ട് ആ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ നോക്കിയതല്ലേ. ലാലെ ഞാൻ ഇതിനെ കുറിച്ച് എന്ന് കാലത്ത് പറഞ്ഞേ. അല്ല ഇത് ജസ്റ്റ് ഇപ്പൊ വേണമെങ്കിൽ സാർ ഇപ്പൊ വേണമെങ്കിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ലിസ്റ്റ് ചെയ്ത് ഒറ്റയടിക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റും. തീർച്ചയായും. ജാവയുടെ എടുത്താൽ മതി. ജാവ ആണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇതല്ലേ ജാവയുടെ? അത് തന്നെ. അല്ല ഞാനേ ഇത് കുറച്ചുകൂടി നോട്ട് പാഡ് എന്നുള്ള തെളിച്ചത്തേക്ക് കിട്ടും. അത് വേർഡ് റാപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അല്ല കുഴപ്പമില്ല. വ്യൂവിലാണ് വ്യൂ വേർഡ് റാപ്പ്. സ്ക്രോളായി കിടക്കും സൈഡിൽ. ഓക്കെ. അപ്പൊ ഇതങ്ങനെ കണ്ടിന്യൂ കുറെ വലുതാക്കി സാധനം ചെറുതെ. നോക്കാം. സെമി ഗ്രൂപ്പ് കണ്ടോ? ഈ സെമി ഗ്രൂപ്പ് മാഗ്മൈറ്റ് ഇല്ല, വെറുതെ പഠിക്കേണ്ട. കമ്മ്യൂട്ടേറ്റീവ് സെമി ഗ്രൂപ്പ്, മൊണോയിഡ് കണ്ടോ? മൊണോയിഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഗ്രൂപ്പ് കണ്ടോ? ഇതൊക്കെ വേണം. കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ്, അതിന് അബേലിയൻ ഗ്രൂപ്പ് എന്ന് പറയും കേട്ടോ ശരി. അപ്പൊ റിംഗ്, കമ്മ്യൂട്ടേറ്റീവ് റിംഗ്, സെമി റിംഗ് കണ്ടോ? അപ്പൊ ഇങ്ങനത്തെ ഇതാണ് ആൾജിബ്രയുടെ വെക്ടർ സ്പേസ് വരെ മോഡൽ ചെയ്താ കൊള്ളാലോ. കൊച്ചു കൊള്ളാം. അല്ല പക്ഷെ അതിന്റെ ഷെഡ്യൂളർ എഴുതി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയുമ്പോഴാണ് ഗെയിം ശരിക്കും. അപ്പം ഐഡിയ കിട്ടിയോ ശ്രീധേ? നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ടൈപ്സിന് ഈ പ്രോപ്പർട്ടി കൊടുക്കും? അപ്പൊ നിങ്ങൾക്ക് ആ ടൈപ്സിനെ കുറിച്ച് അറിയാം. അതിനാണ് വേണമെങ്കിൽ ഡൊമൈൻ ആൾജിബ്ര എന്ന് വിളിക്കാം. മനസ്സിലായില്ലേ ശ്രീധേ? ഇല്ല ഞാണ്ട്. അപ്പൊ ഇത് അതെടുത്തൊന്ന് നോക്കുക. ഓക്കെ. ഈ സബ്സെറ്റിന്റെ ഒക്കെ ഓപ്പറേറ്റർ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൊണ്ട് എംബഡ് ചെയ്ത് ചേർത്തെ?
സബ്സെറ്റിന്റെ ഇല്ല സാർ, അത് കമന്റ്സ് ആണ്. അല്ല, കമന്റ്സ് എങ്ങനെ എംബഡ് ചെയ്തെന്ന്? ഇത് യൂണിക്കോഡ് ഫയലാണോ? UTF-8 അതെ 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 അതെ. എനിക്ക് വേണം നിങ്ങൾ കോഡ് എഴുതിയതിനേക്കാളും കൂടുതൽ പഠിച്ചത് നോട്ട് എഴുതിയ പേരിക്കും അല്ലേ? അതെ അതെ. ഇത് സ്കാലയിലാണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ഓപ്പറേറ്റർ ചെയ്യാം കേട്ടോ. ആ പക്ഷെ പ്രാക്ടിക്കലി യൂസ്ലെസ് ആണ്, പക്ഷെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് സാധനം കിട്ടും. അല്ല, അപ്പൊ ഇതാണ് അതിന്റെ ഗെയിം ശ്രീത്തെ. ആൽജിബ്ര. അപ്പൊ ആൽജിബ്രായിക് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്കാല സി, പിന്നെ കാറ്റ്സ്, അങ്ങനത്തെ ലൈബ്രറീസിൽ ഇതൊക്കെ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. കിട്ടിയോ? ഓക്കെ, ഞാനത് അപ്പൊ അതാണ് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ആക്ച്വലി കമ്പയർ ചെയ്യാം എന്റെ സ്വിഫ്റ്റിൽ എന്തൊക്കെയാണ് ഇതിന്റെ. അതെ അതെ. അല്ല, ഇപ്പൊ നമ്മൾ ലാംഗ്വേജ് അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇഫ് ആൾ ഓഫ് us സ്പീക്ക് ദ സെയിം ലാംഗ്വേജ്, ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ ആൾക്കാരുടെ ഇപ്പൊ ഒരു ജോലി കിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കോഴ്സ് കിട്ടും നിങ്ങളുടെ മുന്നിൽ വന്നു, മെഷീൻ ലേണിംഗിന്റെ കോഴ്സ് വന്നു, ഏതെടുക്കും? അതിപ്പോ പൊളിറ്റിക്കലി കറക്റ്റ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ മെഷീൻ ലേണിംഗ് ആയിരിക്കും. ഞാൻ ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കും. അതിപ്പോ ഞാൻ ലോഡഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചോണ്ടല്ലേ. അതെ അതെ. അല്ല, അതുകൊണ്ടല്ല. അല്ല, അപ്പൊ പണ്ട് കാരണം ഒരു പുള്ളിയുടെ ഇരിക്കും മെഷീൻ ലേണിംഗിന്റെ ബേസിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വേണമെന്ന് അറിയാം. അതുകൊണ്ടല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതം പച്ച പിടിക്കും. മെഷീൻ ലേണിംഗ് പുണ്ണാക്കുണ്ടെങ്കിൽ ലൈബ്രറിയിൽ 67% ആക്യുറസി ഉണ്ടെന്നൊക്കെ പറഞ്ഞു നടക്കാം. അപ്പൊ അതേമാതിരിയാണ് ഇതൊക്കെ പഠിക്കുക. അപ്പൊ ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ, പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കമ്പൈലർ എഞ്ചിനീയറിംഗിലൊക്കെ ഒരു താല്പര്യം ഉണ്ടെങ്കിലേ ഈ ടൈപ്പ് തിങ്കിങ് വെക്കുള്ളൂ. മനസ്സിലായില്ലേ? കാരണം ഒരു നോൺ ട്രിവിയൽ റിക്കർസീവ് ഡാറ്റ പ്രോസസിംഗ് പ്രോഗ്രാം എഴുതണ്ടേ. ഇപ്പൊ കമ്പൈലറിന്റെ ഒരു ഗുണം എന്താ വെച്ചാല്, കമ്പൈലർ ട്രീറ്റ്സ് യുവർ പ്രോഗ്രാം ആസ് ഡാറ്റ ആണല്ലോ. അപ്പൊ അതാണ് അതിന്റെ ഗെയിം. മനസ്സിലായില്ലേ? പക്ഷെ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു പാസിംഗിൽ പറഞ്ഞോട്ടെ, ഞാൻ ഈ ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ കമ്പൈലർ നോക്കിയിട്ടില്ല. ഓഫ് കോഴ്സ് കമ്പൈലറിന്റെ ബാക്ക് എൻഡ് എഴുതാൻ എളുപ്പമാണ്. പക്ഷെ എനിക്ക് തോന്നാനുള്ള ഒരു ജാവ മാതിരിയുള്ള ഒരു കമ്പൈലറിന്റെ ബാക്ക് എൻഡ് എഴുതാൻ പറ്റിയ പാറ്റേൺ മാച്ചിങ് ജാവയിൽ ഇപ്പൊ ഉണ്ടെന്ന് ഉണ്ടാവും ചിലത്. ഇല്ല ഇല്ല ഇല്ല, അത്ര എക്സ്പ്രസീവ് അല്ല. ഞാനിപ്പോ ഒരു മറ്റേ നമുക്ക് കോൺസ്റ്റന്റ് പോലും വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ ഐഡിയുടെ ഇഷ്യൂ ആണെന്ന് അറിയില്ല. അതായത് ലിമിറ്റഡ് ആണ് മാച്ചിങ്. മനസ്സിലായില്ലേ? അപ്പൊ പക്ഷെ അതിലോട്ടാ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ലാലെ, ഇപ്പൊ ഇതിന്റെ ഉള്ളിലൊരു ഗുണം എന്താ വെച്ചാൽ ഇതിന്റെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിലോട്ടാ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അതെന്താണ്? അതായത് ഇപ്പൊ പാറ്റേൺ മാച്ചിങ് 3-4 പാറ്റേൺസേ ഉള്ളൂ. പാറ്റേൺ മാച്ചിങ്ങിന്റെ പാറ്റേൺസ് 5 പാറ്റേൺ കണ്ടുള്ളൂ. അത് 10 പിന്നെ എൻ്റെ ലാംഗ്വേജിലെ മിക്ക കാര്യങ്ങളും പാറ്റേൺ മാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവലിലെത്തും. അതോടെ എക്സ്പ്രസീവ് ലാംഗ്വേജ് ആവും നിങ്ങളുടെ. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അതിന്റെ ഒരു ഇത്. അല്ല, അപ്പൊ ഇത് പഠിക്കാൻ പറ്റിയെന്ന് വെച്ചാല് ഈ BSc-യുടെ ഒക്കെ ഫൗണ്ടേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ് ബുക്ക് കിട്ടും. പിന്നെ ജനാർദ്ദനൻ പിള്ളയുടെ ഒക്കെ ബുക്ക് ഉണ്ട്, ഫൗണ്ടേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ്. അതില് ഈ പറയുന്ന ഗ്രൂപ്പ്, റിങ്, ലാറ്റിസും അതിനെ കുറിച്ചൊക്കെ നല്ല ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു തിങ്കിങ് വരും. ഇതിപ്പോ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് മാത്തമാറ്റിക്സിന് പഠിക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അല്ലാണ്ട് ഇപ്പൊ കാലത്ത് ഒരു വൈകുന്നേരം വരെ കുറെ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാല് ഹി ക്യാൻ പ്രൂവ് ദാറ്റ് ഓക്കെ യു ഓർ മീ ആർ ഫൂൾസ്. പക്ഷെ അവന് വലിയ വാല്യൂ ഒന്നുമില്ല, കമ്പ്യൂട്ടറിനെ പറ്റിക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ്. അല്ല, ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ നോക്കുക. ഇപ്പൊ 2015 ജയിലിൽ പോയ ഒരാൾക്ക് ഇത് വായിക്കാൻ പറ്റും, അന്നത്തെ ബെസ്റ്റ് ജാവ പ്രോഗ്രാമർക്ക്. അല്ലെ വേണ്ട, 2003 ജയിലിൽ പോയിന്ന് വെച്ചോ, അവൻ ജെൻട്രിക്സും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ദിസ് ഒക്കേഴ്സ് ഇൻ സി. അപ്പൊ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ജനറിക് പ്രോഗ്രാമിങ്ങും ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങും ഈ
റിയാക്റ്റീവ് പ്രോഗ്രാമിങ്ങും എല്ലാത്തിന്റെയും ഐഡിയാസ് ഇതിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഡീറ്റെയിൽ. So I am expecting people to take a look at it at least to see ഇതിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ ശ്രീത്തെ? ഇപ്പൊ ഞാൻ ലാസ്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോ ഈ ഐഡിയാസ് എനിക്ക് ഡിസൈൻ ലെവലിലോട്ടും എനിക്ക് ആർക്കിടെക്ചർ ലെവലിലോട്ടും എക്സ്ട്രാപൊളേറ്റ് ചെയ്യാൻ പറ്റി. പിടികിട്ടിയ? ഓക്കെ. അപ്പൊ അപ്പൊ ഇപ്പൊ ഞാൻ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് പാറ്റേൺ അല്ല പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗ് ഒരു ബുക്ക് തന്നെ എഴുതണമെന്ന് വിചാരിച്ചിരിക്കുക. ഓക്കെ. മനസ്സിലായില്ലേ? സാറേ, ആ സെക്കൻഡ് ലിങ്ക് എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഞാൻ ബൈനറി ഓപ്പറേഷൻ, അതായത് ബൈനറി ഓപ്പറേഷൻ വിത്തൗട്ട് ക്ലോഷർ, ദെൻ അത് വെച്ചിട്ട് ബൈനറി ഓപ്പറേഷൻ വിത്ത് ക്ലോഷർ, എന്നിട്ടാണ് റെസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ മോഡൽ ചെയ്തേക്കുന്നത്. ഈ നിങ്ങളുടെ മറ്റേ ഇതില് ചാറ്റിൽ ഇട്ടിട്ടുണ്ടോ? ഉണ്ട് സെക്കൻഡ് C++ ആണ്. ഹൈറാർക്കി മോഡൽ ചെയ്തേക്കണേ, പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല ചെയ്തേക്കണേ. കുഴപ്പമില്ല. അതിപ്പോ ഞാൻ പറയട്ടെ, ഞാൻ എന്തായാലും മെറ്റാ പ്രോഗ്രാമിങ്ങിന്റെ കുറച്ച് കോഡ് എഴുതാൻ ഇരിക്കായിരുന്നു. ഞാൻ ഇത് ഉപയോഗിക്കാം. അങ്ങനെയല്ല, നമ്മള് ടെംപ്ലേറ്റ് ഉപയോഗിക്കാനൊന്നും എക്സാമ്പിൾ അധികം തേടണ്ടല്ലോ, ഇത് തന്നെ ഉപയോഗിക്കാലോ. ഇപ്പൊ ബൈനറി ഓപ്പറേഷൻ വിത്തൗട്ട് ക്ലോഷർ. ഓക്കെ. ടി മാറും, 2 ടൈപ്പ് അത്ര വെറുതെ. മറ്റേ മനസ്സിലായി. ബൈനറി ഓപ്പറേഷൻ ടി സെയിം ആക്കും. അസോസിയേറ്റീവ്. ആഹാ, അതിസുന്ദർ. ഓ, അത് മുഴുവൻ കോഡാക്കിയല്ലേ നിങ്ങള്? ഇല്ല, ഇതില് ജാവ ചെയ്തത്ര ഇതിൽ ചെയ്തിട്ടില്ല. കുറച്ച് മിസ്സിങ്, ഇപ്പൊ വെക്ടർ ഒന്നും എത്തിയിട്ടില്ല. ഞാൻ നിർത്തി ഇടയ്ക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം നോക്കാം. എന്താ ഏതൊക്കെ ത്രെഡ് ഓപ്പൺ അതല്ല, ഇപ്പൊ നിങ്ങളെ അലക്സാണ്ടർ സ്റ്റെപ്പനോവിന്റെ ഒരു ബുക്ക് ഉണ്ട്, പ്രാക്ടീസ് ഓഫ് പ്രോഗ്രാമിംഗ്. അത് കണ്ടിട്ടുണ്ടോ? അതിൽ ഇതിന്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ മാഗ്മയുടെ പ്രോപ്പർട്ടി ഞാൻ മറന്നുപോയി, അതൊന്ന് ഓർമ്മയുണ്ടോ? അല്ല, മാഗ്മയില് ഓപ്പറേറ്റർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. മാഗ്മ ഈക്വൽ ടു ബൈനറി ഓപ്പറേഷൻ വിത്ത് ക്ലോഷർ ആണ്. അപ്പോ അതെ അല്ല, അത് ഞാൻ നിങ്ങക്ക് മറ്റേ ഇതൊരു പുലിവാലാണ്. ഇതാണ് ഞാൻ റെഗുലർ എക്സ്പ്രഷന്റെ സെമി ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, മോണോയിഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മാഗ്മ ചെയ്തിട്ടില്ല എന്നാണ്. ബൈനറി ഓപ്പറേറ്റർ എടുത്ത് ക്ലോഷർ അല്ലേ? പിന്നെ ഇതിന്റെ ക്ലോഷർ ഉള്ളത് വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കാതെ ഇത് മോണോയിഡിന്റെ ഇന്റർഫേസ്. ഓക്കെ, ഇതാണ് ഡിസ്ക്രിമിനേറ്റഡ് യൂണിയൻ. പ്രൊഡക്റ്റ് ടൈപ്പ് ഇത് കാർട്ടീഷ്യൻ ക്ലോസ്ഡ് കാറ്റഗറീസ്. അപ്പൊ ഈ സ്ലൈഡ്സ് ഉപയോഗിക്കാം ശ്രീത്തെ. കോഡും ഉണ്ട് കേട്ടോ അതിന്റെ. സ്കാല
ഇത് കുറെ ചർച്ച ഇതിൽ മിക്കതിന്റെ കോഡ് ഉണ്ട്. പിന്നെ ഈ കാരണം ഇതിന്റെ സ്ലൈഡ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇത് പക്ഷെ ഇതും വായിക്കാൻ പറ്റിയ സാധനം. ഇത് ഞാൻ ഒരു സീരിയസ് ആയിട്ട് പിടിക്കണമെന്ന് വിചാരിച്ചാ, പിന്നെ അതിനിടയ്ക്ക് ഇത് പിയാനോസ് അരിത്തമാറ്റിക്കിന്റെ ഇത് ഇങ്ങനത്തെ തിങ്കിങ് വെക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ നൊട്ടേഷൻ നിങ്ങൾ എപ്പോ വായിക്കാൻ പഠിക്കണം, അപ്പൊ നിങ്ങൾ ഇതിൻ്റെ ഉള്ളോട് കയറി. ഓക്കെ. ഇതല്ലേ ഫോർ ആൾ എക്സ് ഫോർ ആൾ വൈ. അപ്പൊ ഇതിനെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയണേ. സക്സസർ ഓഫ് എക്സ് ഈക്വൽ ടു സക്സസർ ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. അതായത് ഈ രണ്ട് നമ്പറിന്റെ സക്സസർ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ആ നമ്പർ ഈക്വൽ ആണ്. ഇതാണല്ലോ ഇൻഡക്ഷൻ ബേസ്ഡ്. അല്ല ഇത് പ്രെഡിക്കേറ്റ് ലോജിക്കാ, മനസ്സിലായില്ലേ? ഇതാണ് മറ്റേ പ്രിമിറ്റീവ് റിക്കർസീവ് മറ്റേ സെർച്ച് ന്യൂമർ അല്ലേ, ലാംഡ കാൽക്കുലസ് വെച്ചിട്ടുണ്ടായിരുന്നു 1 2 3 ഒക്കെ. എന്നിട്ട് ആഡിങ് ഒക്കെ ഉണ്ട്, അതിന്റെ കൂടെ ഉണ്ട് അതില് ഉണ്ട്. ഇത് എക്സ്പ്രഷൻ എന്താണ് ഞാൻ വായിച്ചു നോക്കാം. ഓ ഇത് പക്ഷേ ഇതാണ് കണ്ട ബൈനറി ഓപ്പറേഷൻ എങ്ങനെയാ ഓപ്പറേറ്റർ കോമ്പോസിഷൻ വർക്ക് ചെയ്യണേ, മനസ്സിലായില്ലേ? കണ്ട ഇതാണ് ഈ പ്രോപ്പർട്ടീസ് വേണം. അസോസിയേറ്റീവ് കമ്മ്യൂട്ടേറ്റീവ് ക്ലോഷർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻവേഴ്സ്. അസോസിയേറ്റ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് വെച്ചാൽ പാരലൽ റിഡക്ഷൻ പോസിബിൾ ആണ്. ആൾജിബ്ര ഇത് ഉപയോഗിക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. കമ്മ്യൂട്ടേറ്റീവ് ഉപയോഗിക്കണമെങ്കിൽ ഷഫിളും പോസിബിൾ ആണ്. ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷൻ ഷഫിളും പോസിബിൾ ആണ്. കണ്ടോ ഇപ്പൊ ഫ്രം എ കോമ ബി കോമ സി കോമ ഡി എന്ന് പറഞ്ഞ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു ഡിയും ചെയ്യാൻ പറ്റും, സി ഇൻറ്റു ബിയും. ഇത് ഷഫിളും പറ്റും. ക്ലോഷർ ആൾറെഡി നമ്മൾ നോക്കി കണ്ടോ. റെഗുലർ എക്സ്പ്രഷൻ എങ്ങനെ ക്ലോഷർ തന്നെ. നള്ള് എം ടി സ്ട്രിങ് അതാണ്, നമ്പറിന്റെ ഒക്കെ അതാണ്. RE ഡോട്ട് RE എപ്പോഴും RE ആയിരിക്കണം. അതായത് കോൺകാറ്റിനേഷൻ RE ഓർ RE ആയിരിക്കണം. RE സ്റ്റാർ കണ്ട. ഇത് നമുക്ക് വേണമെങ്കിൽ നൈസ്ലി മറ്റേലോട്ട് മാറ്റാം. RE പ്ലസ് ഇല്ലാത്തത് എന്തുകൊണ്ടാ? RE ഡോട്ട് RE സ്റ്റാർ ഉള്ളത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യണ്ടോ? ഇപ്പൊ ഇത് കണ്ടില്ലേ ലിസ്പ് സ്കീം എങ്ങനെയാ വർക്ക് ചെയ്യണത്. അപ്പൊ ഇവാൽ ലിസ്റ്റ് ആണ്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ആണ് ഫസ്റ്റ് എലമെന്റ്. കാർ എന്ന് പറഞ്ഞ ഫസ്റ്റ് എലമെന്റാ, അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. മറ്റേ വേരിയബിൾ ആണെങ്കിൽ ലുക്കപ്പ് നടത്തി അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ അപ്ലൈ ദ ഫസ്റ്റ് എലമെന്റ് ആസ് എ ഫംഗ്ഷൻ ഓൺ ദ റെസ്റ്റ് ഓഫ് ദി ലിസ്റ്റ് ബൈ ഇവാലുവേറ്റിംഗ് ഇറ്റ്. അത്രേ ഉള്ളൂ. കണ്ടോ, അപ്ലൈ ദ ഫസ്റ്റ് എലമെന്റ്. അപ്പൊ അതൊരു ഫംഗ്ഷൻ ആയിരിക്കണം. കടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റെസ്റ്റ്. കണ്ടോ, അത് അപ്ലൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അപ്ലൈ. ഇത് വെറുതെ കോംപ്ലക്സിറ്റി കാണിക്കാൻ വേണ്ടി. ഇത് മാത്തമാറ്റിക്കൽ ഇൻറ്റ്യൂഷൻ വെക്കാനാ. ഇതിപ്പോ കോമ്പണന്റ് എങ്ങനെ വെരിഫൈ ചെയ്യാന്നുള്ളതാണ്. അത് ഇത് കണ്ട ഇപ്പൊ ജാവയുടെ ഇന്റർഫേസിന് ഈക്വലൻസ് ക്ലാസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. അത് മനസ്സിലായില്ലേ? C++ൽ ഇത് നമ്മൾ പണ്ട് എൻഫോഴ്സ് ചെയ്യണമായിരുന്നു വേണമെന്ന് വെച്ചാൽ. അതായത് റിഫ്ലക്സിവിറ്റി, സിമെട്രി, ട്രാൻസിറ്റിവിറ്റി ഉണ്ട്. ഇത് പെർമുട്ടേഷൻ കാണുന്ന പ്രോഗ്രാം അവിടെ കിടപ്പുണ്ട്, സബ്സെറ്റ് കാണാൻ വേണ്ടി. ഇത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? റൂൾ ഓഫ് 70. റൂൾ ഓഫ് 70 എന്ന് വെച്ചാൽ മറ്റേ ഡബിളിങ്ങിന്റെ റൂള്. ലോഗരിതം എന്താണ്, nth റൂട്ട് എന്താണ്, അരിത്തമാറ്റിക് മീൻ അതെങ്ങനെ ഫംഗ്ഷനലൈസ് ചെയ്യാന്നുള്ളതാണ്. ശരത്തിന്റെ അതിന്റെ കിറ്റ് നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇതില്ലേ ഫംഗ്ഷനലൈസ് ചെയ്യാവുന്ന വന്നിട്ട്. ഇത് ജോമെട്രിക് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന, ഇത് ഫംഗ്ഷനലൈസ് ചെയ്യുന്ന. EMIയുടെ ഫോർമുല ഡിറൈവ് ചെയ്യുന്നു. ഇത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ഇതൊരു nth ഓർഡർ പോളിനോമിയല. കണ്ടോ, ക്വാഡ്രാറ്റിക് ഈക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാം. രണ്ട് മാസത്തെയാണ്. കണ്ടോ, ഫോർ ഇൻവെസ്റ്റിംഗ് 100 years if you get 60 rupees each for 2 years. എന്താണ് IRR എന്ന്. അപ്പൊ ഇത് കണ്ടില്ല, ഇപ്പൊ മൂന്നാമത്തെ മാസം വന്നു കഴിഞ്ഞാൽ വർഷം വന്നു കഴിഞ്ഞാല് 60/1 + R³ ആവും.
10ാമത്തെ ആണെങ്കിൽ 60/1+r⁻10 വരും. അപ്പൊ അതിനെ നമുക്ക് 2 ഫോം കണ്ടോ, ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ ആൾജിബ്ര ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി മാറി. അപ്പൊ ശരത്തെ ഈ 3 ബ്ലൂ ആൻഡ് ബ്രൗണേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പുള്ളിയുടെ ലൈഫിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കൊല്ലങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ റേട്രേസ് ഇല്ലേ, ഒരു സർക്കിളും ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു സർക്കിളും ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതെ. അപ്പൊ അതിന്റെ കോഡ് ഞാൻ ഒരെണ്ണം എന്റെ ഇതിലുണ്ട്. ഇത് IRR കണ്ട, ഇത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. nth ഓർഡർ പോളിനോമിയൽ ഇങ്ങനെ ഒരു സാധനം കിട്ടും. കണ്ട, ഇങ്ങനെ പോകും. അപ്പൊ ഈ നിങ്ങൾ EMI ഒക്കെ ആണെങ്കിൽ 240 ആ പോളിനോമിയലിന്റെ സ്ട്രെങ്ത്. ഇത് 250 മാസം എടുക്കുമല്ലോ 20 കൊല്ലം എന്ന് പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെയാണ് NPV കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പൊ എന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അത് സെറ്റിലോട്ടും റിലേഷനിലോട്ടും മെട്രിക്സ്. ഇപ്പൊ ശരത്ത് ഒരു ഇതും ചെയ്തിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ മറ്റേ സ്റ്റാറ്റിന്റെ ഇട്ടിട്ടുണ്ട്. ടൈം റെപ്പോലെ. അല്ല, അത് സ്റ്റാറ്റിന്റെ അത് കൊള്ളായിരുന്നു. അല്ല, അതിപ്പോ സ്ട്രീം പഠിക്കാൻ കൊള്ളാം, മനസ്സിലായില്ലേ? 7-year-old കോഡാണ്. മറ്റേ ഈ വേറും ഇതൊന്നും ഉണ്ടാവില്ല, സ്ട്രീം ഉണ്ടാവും. അപ്പൊ C# എന്റെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാല് ഇങ്ങനെ ഫങ്ഷൻ ഇതൊരു സ്കില്ലല്ല കേട്ടോ ലാലെ, ഇതൊരു ദൃഷ്ടിയാ, മനസ്സിലായോ? അപ്പൊ അതിലോട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം. നമുക്ക് ഇപ്പൊ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം.